ദൈവനാമം ബന്ധപ്പെടുന്നതാണ്. അഭിവന്യ തിരുമേനി, വന്ദനായ അലക്സച്ചൻ, ശുശ്രൂഷക സംഘത്തിൻ്റെ സൗത്ത് സോണിൻ്റെ കോർഡിനേറ്റർ അതിന് ചുമതലയായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് പാലക്കാട്, ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷക സംഘത്തിൻ്റെ സെക്രട്ടറി ശ്രീ ദിനോയ് KC, ശുശ്രൂഷക സംഘത്തിൻ്റെ സീനിയർ അംഗങ്ങളും ജൂനിയർ അംഗങ്ങളും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തു യേശുവിൽ സ്നേഹമുണ്ട്. ശുശ്രൂഷക സംഘത്തിൻ്റെ ഒരു മീറ്റിംഗ് എൽത്തോ കൺവെൻഷനോടുകൂടെ ചേർന്ന് നടത്തണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത് ഒക്ടോബർ മാസം 2-ാം തീയതി KR പള്ളിയിൽ വെച്ച് നടന്ന ശുശ്രൂഷക സംഘത്തിൻ്റെ മീറ്റിംഗിൽ വെച്ചാണ്. അന്നത്തെ മീറ്റിങ്ങിൽ ശ്രീ ബിജു വി പന്തപ്ലാവ് കേന്ദ്ര സെക്രട്ടറി വന്ന് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു ക്ലാസ് എടുത്ത് ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് പ്രധാനമായിട്ട് ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ അതിനെ പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു പന്ഥാവിലൂടെ ആയിരിക്കണം നമ്മളുടെ കൂട്ടായ്മകളും അതിൻ്റെ പോക്കുകളും ഒക്കെ ഉണ്ടാകേണ്ടത്. പ്രധാനമായിട്ടും ശുശ്രൂഷയ്ക്ക് നമ്മളെ ആദ്യമേ കൈപിടിച്ച് കയറ്റുന്ന സമയത്ത് പിതാക്കന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. സാധാരണക്കാരൻ്റെ നിലയിൽ നിന്നും ശുശ്രൂഷകൻ്റെ ഗണത്തിലേക്ക് പരിശുദ്ധ റൂഹ നിന്നെ വിളിക്കുന്നു എന്ന്. അങ്ങനെ ആ വിളി സ്വീകരിച്ചാണ് കൈപിടിച്ച് കയറ്റുന്നത്. നീ കയറുന്നത് തീയിലേക്കാണെന്ന്. 2 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്നുകിൽ നിന്നെ ആ തീ ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ ആ തീ നിന്നെ ദഹിപ്പിക്കും. അങ്ങനെ ദഹിച്ചു പോകാതെ ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിൽ ആയിത്തീരുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹം. ഓരോ സന്ദർഭങ്ങളിലും ആരാധനയിൽ പ്രധാനമായിട്ടുള്ള പങ്കുകൾ വഹിക്കുന്നുണ്ട് ശുശ്രൂഷകർ. നമ്മളുടെ ശബ്ദം പൊതുവിലുള്ള ജനം കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ശുശ്രൂഷ നിർവഹിക്കുമ്പോഴാണ് അത് അരോചകത്വമായിട്ട് തോന്നുന്നത്. നമ്മുടെ ശബ്ദം ദൈവം കേൾക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് ശുശ്രൂഷകരുടെ മനോഭാവത്തെ മാറ്റിയെടുക്കുമ്പോഴാണ് അത് ശുശ്രൂഷയുടെ ആത്മാവിൽ അതായി വരുന്നത്. പലപ്പോഴും ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ചില ചുമതലകളുണ്ട്. ചില ദേവാലയങ്ങളിൽ അനേകം ശുശ്രൂഷകർ ചില ദേവാലയങ്ങളിലുണ്ടാവും. അപ്പോൾ ഒന്ന് വായിക്കാൻ പോലും ഒന്ന് കിട്ടാതിരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടാകാം. ചില സന്ദർഭങ്ങളിൽ ഒരു ശുശ്രൂഷകൻ മാത്രമേ കാണുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും ആ ശുശ്രൂഷകൻ തന്നെ ചെയ്യേണ്ടതായിട്ടും വരുന്ന സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം വായിക്കാനായിട്ട് ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് നിരാശപ്പെടാനോ, എല്ലാ ദിവസവും എല്ലാ ശുശ്രൂഷ കാര്യങ്ങളും വായിക്കാൻ ലഭിച്ചതുകൊണ്ട് മികച്ചു പോയെന്നും ഉള്ള ചിന്ത നമുക്ക് തോന്നുവാനായിട്ട് സാധ്യമല്ല. എപ്പോഴും വിശുദ്ധ എവൻഗേലിയോൻ വായിക്കുന്ന സമയത്ത് പ്രധാന ശുശ്രൂഷകൻ വന്ന് അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് ഇത് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന സന്ദർഭത്തിൽ ദ എൻ്റയർ കോൺഗ്രിഗേഷൻ ക്രിസ്തുവിൻ്റെ ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് കേൾക്കുന്നതിന് അവരെ ആഹ്വാനം ചെയ്യുകയും അവരെ അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷ. അവിടെ വന്ന് ക്രിസ്തുവിൻ്റെ വചനം ഏവൻഗേലിയോനോട് വായിക്കുമ്പോൾ പ്രധാന ശുശ്രൂഷകൻ
ധൂപമെടുക്കുന്ന ആളാണ് പറയുന്നത്, നിങ്ങൾ ഇനി വായിക്കുന്ന കാര്യം ശ്രദ്ധിക്കണമെന്ന്. വളരെ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. നിൽക്കുന്ന എൻ്റെ കമ്മ്യൂണിറ്റി, ആ കോൺഗ്രിഗേഷനോട് മുഴുവനും ഈ വായിക്കാൻ പോകുന്നത് എന്താണെന്നും അതിനെ നിങ്ങൾ എങ്ങനെ സമീപിക്കണമെന്നും നിങ്ങൾ എങ്ങനെയാണ് അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണമെന്നും അവരെ ഉദ്ബോധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് നിങ്ങൾ നിർവഹിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് വചന ശുശ്രൂഷയിൽ വചനം ഏവെങ്കിലും വായിക്കുന്നത്. വീണ്ടും പ്രമ്യൂനസുതറ വായിക്കുന്ന സമയത്തും നിങ്ങളെല്ലാവരും നല്ലവണ്ണം നിൽക്കണമെന്ന് പറഞ്ഞ് സ്തവൻ കാലോസ് പറഞ്ഞ് ജനത്തെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ, അത് ചെയ്യുന്നതും ശുശ്രൂഷകനാണ്. അത് കഴിഞ്ഞതിന് ശേഷം ധൂപം വീശി പടിഞ്ഞാറ് വരെ വന്ന് ആ വിശ്വാസത്തിൻ്റെ ആ മൂർധന്യതയിലെത്തി തിരുശരീര രക്തങ്ങളിൽ അത് അപ്പവീഞ്ഞുകൾ അത് തിരുശരീര രക്തങ്ങളായിട്ട് അതിനെ രൂപാന്തരത്തിലേക്ക് നിൽക്കുന്ന ക്രമം ആരംഭിക്കുന്ന സമയത്ത് വരുമ്പോഴും വൈദികന് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രധാന കാർമ്മികന് കൊടുക്കുന്ന സന്ദേശമായിട്ട് അവിശ്വാസികളും മറ്റുള്ളവരും അല്ലെങ്കിൽ മാമോദീസ ഏൽക്കാത്തവരുമൊക്കെ ആദിമസഭയുടെ പാരമ്പര്യമനുസരിച്ച് മാറ്റപ്പെട്ട വിശ്വാസികളുടെ പൂർണ്ണ സമൂഹമായിട്ട് നിൽക്കുന്നിടത്ത് വന്ന് ഇനി ശുശ്രൂഷയുടെ പ്രധാന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയും വന്നു നിന്നതിന് ശേഷമായിട്ട് വീണ്ടും നിങ്ങൾ ഒരുക്കത്തോടുകൂടി നിൽക്കണമെന്ന് പറയുമ്പോൾ ആരാധനയ്ക്ക് ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുന്ന സമയത്ത് ആരാധനയ്ക്ക് അവരെ മുഴുവൻ കമ്മ്യൂണിറ്റിയെയും തയ്യാറാക്കി ക്രമീകരിച്ചു കൊടുക്കുന്ന ശുശ്രൂഷ നമ്മളിലാണ്. അത് നമ്മൾ ഓർക്കണം. ശേഷം കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ സന്ദേശത്തിലെടുക്കും. നമ്മൾ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് മുടി വെട്ടിച്ചിട്ട് വരാനായിട്ട് ഒരു പൈതലിനോട് പറഞ്ഞിട്ട് 6 മാസം പിന്നെ മദ്ബഹായിലെ ശുശ്രൂഷയ്ക്ക് വന്നില്ല. പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു ഉടുപ്പിട്ടുകൊണ്ട് വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കയറിയത് മദ്ബഹായിൽ, അതേപോലെ തന്നെ ഒന്നുകിൽ വെള്ള വസ്ത്രം ഇല്ലെങ്കിൽ ലൈറ്റ് കളർ ഇതാകണമെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരികയില്ല. നിങ്ങൾ മദ്ബഹായ്ക്കകത്ത് കയറുമ്പോൾ പ്രധാനമായിട്ടും ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന മാലാഖമാർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു നിന്നു. ഇത് ശ്രോപ്പൻ ഈ മാലാഖമാരുടെ ക്രമം പറയുമ്പോൾ 2 കൊണ്ട് പാദം മൂടുന്നത് നിന്റെ നടപ്പിനെ നീ ക്രമീകരിച്ചു കൊള്ളണം എന്നുള്ളതാണ്. 2 കൊണ്ട് മുഖം മൂടുക എന്ന് പറയുന്നത് നിനക്ക് അടുക്കാൻ പറ്റാത്തൊരു തേജസ്സിൻ്റെ അടുക്കലാണ് നീ നിൽക്കുന്നതെന്ന് ഓർത്തു കൊള്ളണം. 2 കൊണ്ട് പറന്ന് നിൽക്കുന്നത് ജീവിതത്തിൻ്റെ എക്സിസ്റ്റൻസിൽ നീ എങ്ങനെയായിരിക്കണം അതിനെയാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ശുശ്രൂഷയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി ആയിരിക്കണം. ശേഷമുള്ള കാര്യങ്ങളൊക്കെ തിരുമേനിയും ഒന്നിനെ അച്ഛനും ക്ലാസ് എടുത്ത് നമുക്ക് തരും. ഇന്നത്തെ മീറ്റിങ്ങിന് മുഖ്യമായിട്ടും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകി നമ്മളെ നേർവഴി നടത്തി ഉപദേശിക്കുന്ന അപ്പോൾ ഇന്ന് തിരുമേനിയെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തു. അച്ഛൻ നമുക്ക് ക്ലാസ്സുകളിൽ നിന്നെടുക്കും. ആ മുഖങ്ങളേറെ ഇല്ലാതെ അച്ഛനെയും സ്വാഗതം ചെയ്യും. പാലക്കാട് സൗത്ത് സോണിൻ്റെ മദ്രാസ്, ബാംഗ്ലൂർ, ഈ ബ്രഹ്മവർ ഈ ഡയസിസുകളുടെ എല്ലാ ശുശ്രൂഷ സംഘത്തെയും കോർഡിനേറ്റ് ചെയ്യുന്ന സൗത്ത് സോണിൻ്റെ ബഹുമാന്യനായ ഒരു ചുമതലക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനുഗ്രഹീതമാണ്. വിജയനഗർ സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് എൻ്റെ ഒപ്പം എനിക്ക് ശുശ്രൂഷയിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. വളരെ താങ്ങായിട്ടും അവിടെ ശുശ്രൂഷയിൽ കൂടെ നിൽക്കുന്ന ഒരാളാണ്. തങ്ങളുടെ സാന്നിധ്യം അനുഗ്രഹീതമാണ്. സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷ സംഘടന നേരാവണ്ണം ചെയ്തു വരുന്ന ബഹുമാനപ്പെട്ട ബിനോയ് സി.കെ. ബിനോയിയെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഒന്ന് ചേർന്നിരിക്കുന്ന എല്ലാ സീനിയറായിട്ടുള്ള തോമസ് അങ്കിളുണ്ട്, കേരളത്തെ അങ്കിളുണ്ട്, ഒന്ന് ചേർന്നിരിക്കുന്ന പ്രധാന ശുശ്രൂഷകരെയും അതുപോലെ തന്നെ മറ്റെല്ലാവരെയും വന്ദനായ അച്ഛൻ നമ്മുടെ ലിജോ അച്ഛനുണ്ട്, അച്ഛനാണ് അന്വേഷണ ചുമതല, അച്ഛനെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകളിൽ ഉപസംഹരിക്കുന്നു. ദൈവം
അലക്സച്ചൻ ഗസ്റ്റ്, കോശിയച്ചൻ വൈസ് പ്രസിഡന്റ്, പാരട്ട് സാർ സോണൽ സെക്രട്ടറി, ബിനോയ് സെക്രട്ടറി, സീനിയർ മെമ്പേഴ്സ്, പ്രിയപ്പെട്ട അക്വലൈറ്റ്സ്, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ അലക്സത്തിന് സമയം കൊടുക്കുക. നമ്മളിപ്പോൾ വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് ശുശ്രൂഷക സമ്മേളനം നടത്തുവാൻ പറ്റുന്നുണ്ട്. ഒക്ടോബർ 2-ാം തീയതി കേരളത്തിൽ നമ്മൾ നടത്തി. ഇന്നിപ്പോൾ മെൽത്തോയുടെ ഭാഗമായി, കഴിഞ്ഞ വർഷവും മെൽത്തോയുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തി. BA ഫിലിപ്പച്ചൻ്റെ ക്ലാസ് എടുത്തത് ഞാൻ ഓർക്കുന്നു. നല്ല ക്ലാസ്സാണ് BA ഫിലിപ്പച്ചൻ്റെ. ഇന്നത്തെ ക്ലാസ് വളരെ മനോഹരമായിരിക്കും. നമ്മൾ ചിന്തിക്കാത്ത പലതും അലക്സച്ചനിൽ നിന്നും കേൾക്കാൻ പറ്റും. അതുകൊണ്ട് ആശംസകൾ മാത്രം നേരുന്നു. എല്ലാവർക്കും നല്ല സമയം ലഭിക്കട്ടെ. 1 മണിക്കൂർ ശ്രദ്ധാപൂർവ്വം ഇരിക്കുക. അച്ഛനെ ശ്രവിച്ചിട്ട് സംശയമുണ്ടെങ്കിൽ അവസാനം 5:30 അവസാനിപ്പിക്കണം. എല്ലാ മംഗളങ്ങളും ആശംസകളും. എല്ലാവർക്കും പള്ളിയിൽ പാടുന്നൊരു പാട്ട് പാടാം. എല്ലാവരും വളരെ യാത്രയൊക്കെ ചെയ്തതായി ട്രാഫിക്കിനിടയ്ക്ക് വന്നതല്ലേ. യജമാനൻ വരുമന്നേരത്തുണർന്നുള്ളോരായുധൻ മുന്തിരി തോപ്പിൽ പണിയായി കാണോരോ ധന്യരാം പകലെല്ലാം തൻ കൂടെ പണിതോ കവനര കെട്ടി പരികർമ്മിച്ചിടും ആദരിരുത്തും ദേശയ്ക്കായി പരികർമ്മിക്കും സുഖം ഋക്കുദിശ പാകലിത ഉടയുന്നോരോ മുടി ഹാലേലുയ്യ ചൂടും മകുടത്തിൽ. കരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പരിശുദ്ധ മദ്ബഹായിലെ ശുശ്രൂഷകരായി അവിടെ ഞങ്ങളെ വിളിക്കുകയും നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. അമ്പരാനെ, ആ നിയോഗങ്ങളിൽ നിന്നോട് വിശ്വസ്തതയുള്ളവരായി ജീവിക്കുവാൻ, ഞങ്ങളുടെ കർമ്മപദങ്ങളെ അതനുസരിച്ച് വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധ റുഹ ഞങ്ങളെ വഴി നയിച്ചു കൊണ്ടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ക്രമീകരണങ്ങളിലൊക്കെ നമ്പരാനെ ഇന്നുവരെ എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഒന്ന് പരിശോധിക്കുവാനും അവിടുന്ന് ഞങ്ങളെ വിളിച്ച നിയോഗങ്ങൾക്ക് ഒത്തവണ്ണം ആ വിശുദ്ധിയിൽ നിന്നോട് ചേർന്ന് വളരുവാനും ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾക്ക് കാട്ടിത്തരണമേ. അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഈ ശുശ്രൂഷയിൽ ഞങ്ങളെ ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ. ആമേൻ. അഭ്യുന്നയാതിരുമേനി അന്യനായ വിഷയച്ചൻ, ബിജു അച്ഛൻ, വളരെ സീനിയേഴ്സായിട്ടും വളരെ കുഞ്ഞ് മക്കളായിട്ടും മദ്ബഹായെ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പ്രത്യേക ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനങ്ങൾ, ശുശ്രൂഷകർ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ തീയുടെ വഴിയെ നടക്കുന്നവരാണെന്നുള്ളതാണ്. We are the guardians of the paths of fire. നമ്മൾ ദേവാലയത്തിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്നത് ഏത് വഴിയിലാണ്? ഏത് വഴിയിലാണ്? തിരിച്ചു പറയണം. ഏത് വഴിയിലാണ്? തീയുടെ വഴിയിലാണ്.
തീയുടെ പുറത്താണ് നമ്മുടെ നടന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഈ കാവടി എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടൊരു കാവടിയാണ് അഗ്നിക്കാവടി. ഇത്രയും ദിവസം നോമ്പെടുത്തിട്ട് അഗ്നിക്കാവടി ഉള്ളവർ അഗ്നി ചവിട്ടത്തു. അവരുടെ വിശ്വാസം ആ നോമ്പിൽ എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ അഗ്നിയിൽ ചവിട്ടുന്ന സമയത്ത് അവരുടെ കാര്യം കൊടുക്കും. പക്ഷെ ആ നോമ്പ് കറക്റ്റ് ആണെങ്കിൽ എത്ര അഗ്നിയുടെ മേളിൽ അവർ കാവടി ആടിയാലും അവർക്കൊന്നും പറ്റുകയില്ല. അവരുടെ ആത്മാവിൽ നിറഞ്ഞാണ് ഈ കാവടി അവരുടെ വിശ്വാസം അനുസരിച്ച് തുള്ളുന്നത്. അതുപോലെ ഒരു അഗ്നിയുടെ പുറത്താണ് നമ്മുടെ സാധാരണ സഞ്ചാരം പോരുന്നു. വി ആർ ദി ഗാർഡിയൻസ് ഓഫ് ദി പാർട്സ് ഓഫ് ഫയർ. നമ്മളിന്നിവിടെ ആയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ അഗ്നിയുടെ പുറത്തുള്ള നമ്മുടെ സഞ്ചാരപഥങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അഗ്നിയുടെ പുറത്ത് വിശുദ്ധമായി സഞ്ചരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ വഴികളെ ഒന്ന് ശരിയാക്കുവാൻ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് മാത്രം. അത് വെറുതെ പറഞ്ഞു പോവുകയല്ല. ശുദ്ധ വേദപുസ്തകത്തിലെ ഈ പൗരോഹിത്യ ധാരയിലേക്ക് വിളിക്കപ്പെട്ട ഒരു ഗോത്രമാണ്. ഏത് ഗോത്രമാണ്? ദേവാലയ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ട ഗോത്രം ഏതാണ്? ലേവി ഗോത്രമാണ്. പൗരോഹിത്യ ഗണത്തിന് വേണ്ടി വിളിക്കപ്പെട്ടതാണെങ്കിലും പൗരോഹിത്യം അവർക്ക് മുഴുവനായിട്ട് കൊടുത്തില്ല. ലേവി ഗോത്രത്തെ ദേവാലയ ശുശ്രൂഷയ്ക്കായി വിളിച്ചു വേർതിരിച്ചു. എന്നിട്ട് അതിൽ നിന്നും അഹറോന്റെ കുടുംബത്തിനാണ് എന്ത് കൊടുത്തത്? പൗരോഹിത്യം കൊടുത്തത്. അപ്പം അതിലൊരു കുടുംബം പ്രത്യേകം സെപ്പറേറ്റഡ് ഫോർ ദ പ്രീസ്റ്റ്ഹുഡ്. ദ സെയിം ടൈം ദേവാലയത്തിലെ ശുശ്രൂഷയിൽ അവരെ അസിസ്റ്റ് ചെയ്യുന്നത് മുഴുവൻ ഏത് ഗോത്രമാണ്? ലേവി ഗോത്രമാണ്. അപ്പൊ അവരുടെ ശുശ്രൂഷയിൽ പ്രത്യേകമായി ദൈവം അവരോട് സംസാരിച്ച ചില കാര്യങ്ങൾ, 4 കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ആനുകാലിക ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തി ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒന്നാമത് എനിക്ക് ഈ മദ്ബഹാ ശുശ്രൂഷയെ പറ്റി പറയാനുള്ളത്, നമുക്ക് എപ്പോഴും ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാകും. നമ്മൾ ഈ ലോകത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സാക്ഷി ഉണ്ടാകും. ആ മനസ്സാക്ഷി എന്താണെന്നറിയാമോ? ഞാൻ പറയാം, ചോസൺ കോൺഷ്യസ്നെസ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയാമോ? ഈ ലോകത്തിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിലും നമുക്കൊരു മനസ്സാക്ഷി ഉണ്ടാകണം. എന്ത് മനസ്സാക്ഷിയാണെന്നറിയാമോ? നമ്മൾ വിളിക്കപ്പെട്ടവരാണെന്നൊരു മനസ്സാക്ഷി നമുക്കെപ്പോഴും. നമ്മൾ ഈ ലോകത്തിൽ തന്നെയുള്ള മനുഷ്യരെ ബാക്കിയുള്ളവരോടൊക്കെ ജീവിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മളെ ഭരിക്കേണ്ട ഒരു മനസ്സാക്ഷിയാണ് എന്ത്? നമ്മുടെ ഈ ലോകത്തിലൊക്കെ ആയിരിക്കുന്നു, മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം നമ്മൾ സ്കൂളിൽ പോകുന്നു, വരുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ എല്ലാവരുടെയും കൂടെ ആയിരിക്കുമ്പോഴും നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. ഏത് ഇടത്ത് പോയി നിൽക്കുമ്പോഴും നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. വി ആർ കോൾഡ് ആൻഡ് ചോസൺ. അല്ലേ? നമ്മൾ വിളിക്കപ്പെട്ടവരാണ്, നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ്. ഈ ബോധ്യത്തിൽ നിന്ന് അകന്നു പോയിട്ട് ഈ ശുശ്രൂഷയിലായിരുന്നിട്ട് ഒരു കാര്യവും പറഞ്ഞ മനസ്സിലായോ? നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് പോയേ പറ്റുള്ളൂ. അല്ലെ? നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇതൊരു ഫുൾ ടൈം ജോലിയായിട്ടല്ലല്ലോ നമ്മൾ കാണും. അപ്പൊ എപ്പോഴും നമ്മൾ എവിടെ പോയാലും നമ്മളൊരു സമൂഹത്തിൽ പോയിരിക്കുമ്പോഴും നമ്മളെ ഭരിക്കേണ്ട ഒരു ബോധ്യമാണ് എന്താണ്? വി ആർ കോൾഡ് ടു ബി സെപ്പറേറ്റഡ് ആൻഡ് വി ആർ കോൾഡ് ഫോർ എ വൊക്കേഷൻ. എപ്പോഴും നമ്മുടെ ബോധ്യങ്ങളിൽ ഇതുണ്ടാകേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. ലേവ്യരെയും അങ്ങനെ ദൈവം ഇത്രയും ഗോത്രം ഉണ്ടായിരുന്നിട്ടും അവരെ എന്ത് ചെയ്തതാണ്? അവരെ അത്രയും മനുഷ്യരുടെ ഇടയിൽ നിന്നും അഹറോനോട് പറഞ്ഞു, അവരെ നീ എന്ത് ചെയ്യണം? അവരെ നീ വേർതിരിക്കണം. എന്ത് ചെയ്യണം? അവരെ നീ വേർതിരിക്കണം. അപ്പൊ നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യം അതാണ്. നമ്മുടെ പള്ളിയിൽ എല്ലാ കോൺഗ്രിഗേഷനും വന്ന് നിൽക്കുന്നു, എല്ലാ ആൾക്കാരും വന്ന് നിൽക്കുന്നു. അതിൽ നമുക്ക് പള്ളി കയറി വരുന്നുടനെ ബാക്കിയുള്ള ആളുകളുടെ അടുക്കൽ എല്ലാം നമുക്ക് പോകാം. പക്ഷെ ആരാധന കയറിയിട്ട് ഒരു ബോധ്യം ഉണ്ടാവണം. നമ്മൾ അവിടെ നിൽക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. വി ആർ യൂഷ്വലി കോൾഡ് ഫോർ എന്തിനാണ്? വേർതിരിക്കപ്പെട്ടവരാണ്. ആ ബോധ്യം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യം. ലേവ്യരോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അത് സമാഗമന കൂടാരം ആകുന്ന കാലം മുതൽ, ആരാധന ആരംഭിക്കുന്ന സമയം മുതൽ സമാഗമന കൂടാരത്തിൽ ഒരു പാളയത്തിലായിരിക്കുമ്പോൾ ലേവ്യരോട് പ്രത്യേകം പറയണമെന്നൊരു കാര്യം എന്നറിയാം. സമാഗമന കൂടാരത്തിൽ ആരിറങ്ങി വരും? ദൈവം ഇറങ്ങി വരും. ജനങ്ങൾ സമാഗമന കൂടാരത്തിന് അല്പം ദൂരെയായിട്ടാണ്
പാളയം അടിച്ചിട്ട് അവരവരുടെ കൂടാരം അടിച്ച് താമസിക്കുന്നു. പക്ഷെ ലേവ്യരോട് പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ സമാഗമന കൂടാരത്തിന് ചുറ്റും പാളയം അടിച്ച് താമസിക്കുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ബാക്കിയുള്ള ഗോത്രങ്ങൾക്കൊക്കെ ആ വലിയ മരുഭൂമി സമാഗമന കൂടാരത്തിനടുത്ത് എവിടെ വേണമെങ്കിലും ഇവരോട് മാറി താമസിക്കും. പക്ഷെ ലേവ്യരോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ദൂരെ മാറി താമസിക്കാനുള്ളവരല്ല. നിങ്ങൾ താമസിക്കണം എവിടെ? എവിടെ? സമാഗമന കൂടാരത്തിന് ചുറ്റും തന്നെ പാളയമിറങ്ങി താമസിക്കണം. അപ്പൊ അതിൽ ശുശ്രൂഷകർ എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു സന്ദേശം എന്താ? ഞാൻ ഈ പറഞ്ഞ പ്രധാന കാര്യം കിട്ടിയ സന്ദേശം എന്താ? നിങ്ങളെല്ലാവരും പള്ളിയിൽ വന്ന് താമസിക്കണമെന്നാണോ? അല്ല. പക്ഷേ ബാക്കിയുള്ളവർക്ക് നിൽക്കാൻ ഒരു സ്ഥലമുണ്ട്. നമ്മുടെ സ്ഥലം നമ്മൾ അകത്തോട്ട് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും. എന്ത് ചെയ്യണം? ഞങ്ങളുടെ പെരുന്നാളുകളെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? ചെങ്ങലകളാൽ എവിടെ കൊണ്ട് ബന്ധിക്കണം? ബലിപീഠത്തിന്റെ അങ്ങനെ പ്രാർത്ഥന അറിയത്തില്ല. 4 പ്രാർത്ഥന. എന്നാ ഇങ്ങനെ പ്രാർത്ഥന പറഞ്ഞിട്ട് ബാക്കി ക്ലാസ് ഉണ്ട്. 4 പ്രാർത്ഥനകള്. ഉപ്പാടുമ്പോഴുള്ള പ്രാർത്ഥന, അകത്തോട് ചേർപ്പോഴുള്ള പ്രാർത്ഥന, 4 പ്രാർത്ഥനയെ നിങ്ങൾ ശ്രദ്ധയോടെ പറയണം. അതൊരു ദിവസം എടുക്കാനുള്ള ക്ലാസ് ഉണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നത്. അപ്പം ബലിപീഠത്തിന്റെ കോണുകളോട് ചെങ്ങലകളാൽ ബന്ധിക്കണം. ശുശ്രൂഷന്റെ പ്രധാന പരിപാടി അതാണ് കേട്ടോ. അത് പെരുന്നാളിന്റെ കാര്യമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും പെരുന്നാളാണ്. നമ്മൾ ശുശ്രൂഷയ്ക്കായി അടുത്ത് വരികയാണ്. അതുകൊണ്ട് ഇവിടെ ഈ ചെങ്ങല കൊണ്ട് ഈ പാളയത്തിനോട് ചേർന്ന് ശുശ്രൂഷകന്റെ ജീവിതം എന്താകണം? ഇനി അതിന്റെ ചെങ്ങലയുടെ വലിപ്പം വർദ്ധിപ്പിച്ച് പോകാൻ പറ്റുന്നില്ല. നമ്മൾ എവിടെ ചുറ്റിക്കറങ്ങി നിൽക്കണം? യാഗപീഠത്തോട് ചേർന്ന് നിൽക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ലേവ്യരോട് പറഞ്ഞ ആ ഒരു ബോധ്യം നമുക്ക് കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ഒരു ചോസനാണെന്നുള്ള കോൺഷ്യസ്നെസ്, ഒരു ബോധം നമ്മുടെ തലയിൽ കയറുകയാൽ പിന്നെ നമ്മൾ പാളയം അടിച്ച് താമസിക്കേണ്ടതും ജീവിക്കേണ്ടതും എന്തിനോട് ചേർന്നാണ്? നിങ്ങളുടെ നോർക്ക പറഞ്ഞാട്ടെ, എന്തിനോട് ചേർന്നാണ്? യാഗപീഠത്തോട് ചേർന്നാണ്. ഞാനൊരു വാക്യം വായിക്കാം. ഇന്നലെ പ്രസംഗത്തിന് വന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇതിലാരെങ്കിലും ഉണ്ടോ? ഇന്നലെ പ്രസംഗം കേട്ടോ? പ്രസംഗിച്ച ആരെ പറ്റിയായിരുന്നു? ഹിസ്കിയാവിനെ പറ്റിയായിരുന്നു. അത് ഞാൻ രണ്ടാമതൊരു കാര്യം പറഞ്ഞിരുന്നു. ഹിസ്കിയാവ് ദേവാലയത്തെ ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ആ ഭാഗത്തിൽ ഇന്നലെ പറയാതെ, ഇന്നത്തെ വിഷയത്തിന്റെ ഭാഗമല്ലത്, വിട്ടുപോയൊരു പറയാതെ ആ ഭാഗത്തുനിന്നൊരു വാക്യം ഞാൻ ഇന്ന് വായിക്കും. ആ ദേവാലയം ശുദ്ധീകരിക്കുവാൻ ഹിസ്കിയാവ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ലേവ്യരെ വിളിക്കുന്നു. ലേവ്യരാണ് ദേവാലയം വിശുദ്ധീകരിക്കുന്നത്. 2 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം. 2 ദിനവൃത്താന്തം 29:11. അവിടെ അവരെ ലേവ്യരെ വിളിച്ചിട്ട് ഹിസ്കിയാവ് പറയുന്നൊരു വാക്യമുണ്ട്. ശ്രദ്ധിക്കണേ, ഇത് നിങ്ങളോട് പറയുന്നതാണ്. എന്റെ മക്കളെ, ഓർക്കണം, ഈ മനുഷ്യനൊരു പുരോഹിതനോ പ്രവാചകനോ അല്ല. 25 വയസ്സുള്ള രാജാവാണ്. ഒരു വിളിച്ചിട്ട് ദൈവവേലയ്ക്ക് വിളിക്കപ്പെട്ട മക്കളോട് പറയുന്ന ആദ്യത്തെ വാക്യം, എന്റെ മക്കളെ നിങ്ങൾ, അടുത്ത വാക്കെന്താ? ഉപേക്ഷ വിചാരിക്കരുത്. കാര്യം ദേവാലയം ഇവരുടെ മധ്യത്തിലുണ്ടായത് അലമ്പായി കിടന്നിട്ടും അത് അങ്ങനെ കിടന്നതിനകത്ത് യാതൊരു ദുഃഖവും ആർക്കുണ്ടായിരുന്നില്ല. ദേവാലയത്തെ ഭംഗിയായി സൂക്ഷിക്കേണ്ട ലേവ്യർക്ക് ഉണ്ടായി. അവരതിനെ എങ്ങനെ കണ്ടു? വളരെ കെയർലെസ് ആയി, ഉപേക്ഷയായിട്ട് ദേവാലയ ശുശ്രൂഷ കണ്ട്, ദേവാലയത്തിലെ അവരുടെ ശുശ്രൂഷ ചെയ്യേണ്ട കാര്യങ്ങളെ വളരെ ഉപേക്ഷയായിട്ട് വിചാരിച്ച ഒരു സംഘം ശുശ്രൂഷകരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് യെരൂശലേമിലുണ്ടായിരുന്നു. അവരെ വിളിച്ചു കൂട്ടിയിട്ട് ഹിസ്കിയാവ് പറയുകയാണ്, മക്കളെ, എന്താ വിളിക്കുന്നത്? അവരെ വിളിക്കുന്നത് എന്താ? എന്താ വിളിക്കുന്നത്? അപ്പൊ നമ്മൾ ഈ തിരുത്തുന്നതിനൊരു ഭാഷയുണ്ട്, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? തിരുത്തുന്നതിനൊരു ഭാഷയുണ്ട്. നമ്മുടെ പല പള്ളികളിലും, ഞാൻ ചെന്നൊരു പള്ളിയില് ഒരു ഇച്ചിരി യൂത്തിലെ പിള്ളേരാണ്. അവർ ഇച്ചിരി ശരിയാണ്, ഇപ്പോഴത്തെ പിള്ളേരുടെ രീതിയൊക്കെ ഉള്ളത്. പക്ഷെ അവരൊരു 5-7 മാസമായിട്ട് പള്ളിയിൽ കയറുന്നില്ല. കഴിഞ്ഞ പെരുന്നാളിന് ശേഷം ഞങ്ങൾ പള്ളിയിൽ കയറിയില്ലെന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ, പെരുന്നാളിന് മുത്തുകുട കെട്ടാൻ മരണം വന്ന പ്രധാന ശുശ്രൂഷകൻ അവരോട് പറഞ്ഞു. അവരന്ന് വന്നില്ല. അപ്പോ
അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കുർബാനയ്ക്ക് കയറാൻ വന്നു പറഞ്ഞു മുത്തുക്കട കെട്ടാൻ വരാത്ത ഒരുത്തനും മധുവായിക്കാത്തോട്ട് കയറണ്ടാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? പ്രധാന ശുശ്രൂഷകൻ പറഞ്ഞു. ഒരുത്തനും എന്താ പറഞ്ഞേ? ഒരുത്തനും ഇതിനകത്തോട്ട് കയറണ്ടാന്ന്. പിന്നെ അവന്മാര് കയറുമോ? ഇവിടുത്തെ പിള്ളേരാണോ? കയറുകയല്ല. അപ്പൊ ഇവിടെ രാജാവായിട്ട് നമ്മള് കുഞ്ഞുങ്ങളെ തിരുത്തുന്നതിന് ഒരു ലാംഗ്വേജ് ഇവരിങ്ങനെ വലിയ അലമ്പ് കാണിച്ച് കിടന്നിട്ട് ഉപേക്ഷിക്കുകയാണെങ്കിലും അവരെ വിളിച്ചിട്ട് പറഞ്ഞ പദം എന്നറിയാം. നിങ്ങൾ ഈ കാര്യത്തിൽ എൻ്റെ മക്കളെ എന്താ പറഞ്ഞേ? എൻ്റെ മക്കളെ നിങ്ങൾ ഈ വിഷയത്തിൽ ഉപേക്ഷ വിചാരിക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞേ? എന്നിട്ട് അവരുടെ വൊക്കേഷനെ പറ്റി അവരെ ബോധ്യപ്പെടുത്തുക. കൃത്യമായിട്ട് പറഞ്ഞു അവരുടെ വൊക്കേഷൻ എന്താണ്. ഇവിടെ പറയുകയാണ്, തന്നെ ശുശ്രൂഷിക്കേണ്ടതിന് തന്റെ സന്നിധിയിൽ നിൽക്കുവാനും തനിക്ക് ശുശ്രൂഷക്കാരായി ധൂപം കാട്ടുവാനും യഹോവ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നവർ. ചോസം എന്തിനു വേണ്ടിയാണ്? തന്റെ സന്നിധിയിൽ ധൂപം കാട്ടുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാളയത്തിന് ചുറ്റും തന്നെ, സമാഗമന കൂടാരത്തിന് ചുറ്റും തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പാളയം പിടിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഒന്നാമത് ഞാൻ പറഞ്ഞത് വി ആർ കോൾഡ് ആൻഡ് സെപ്പറേറ്റഡ് വൺസ് എന്നൊരു ചോസൺ കോൺഷ്യസ്നെസ് ഉണ്ടാകണം. അത് നമ്മളെ വിളിച്ചിരിക്കുന്നു. അതിൽ ഉപേക്ഷ വിചാരിക്കാതെ നിൽക്കുവാൻ തക്കമാണ് കഴിയും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ലോകം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകം അല്ലേ? ലോകം ഇങ്ങനെ പിടിക്കി പോകണല്ലേ? നമ്മൾ വീട്ടിലോട്ടിറങ്ങിയാൽ നമ്മൾ ഭയങ്കര ട്രാഫിക്കാന്ന് പറയും. അത് ലോകത്തിന്റെ ചിത്രമാണ്. ഇന്ന് എല്ലായിടത്തും എന്താണ്? ട്രാഫിക്കാണ്. അപ്പൊ ഈ ട്രാഫിക് ഇത്രയുള്ള ഒരു ലോകത്ത് മനുഷ്യൻ സ്റ്റില്ലാകുന്ന ഒരിടം ഉണ്ടെങ്കിൽ അതെവിടാന്നറിയാമോ? ബിഫോർ ദി വോൾട്ട്. മനസ്സിലാകും. സ്റ്റില്ലാകേണ്ട ഒരിടമാണ്. നമ്മൾ പറയുന്ന പോലെ ഈ ഫിസിക്സിലൊരു സിംഗുലാരിറ്റി എന്ന് പറയും. അത് പഠിക്കുന്ന ആർക്കുണ്ടോ ഇവിടെ? ആ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ വേറെ എങ്ങും അത് പറയാൻ പറ്റില്ല. ഒരു ഗുരുത്വാകർഷണത്തിന്റെ ഒരു സെൻട്രൽ പോയിന്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് വേറെ എങ്ങും ഇല്ല. അപ്പം ഈ മദ്ബഹ എന്ന് പറയുന്ന ഒരു സിംഗുലാരിറ്റിയാണ്. കാര്യം അവിടെ എന്താ ഒന്നാമെന്ന് അറിയാമോ? സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നാണ്. അപ്പം അവിടെ ഒരു സ്റ്റിൽ പോയിന്റ്, സ്റ്റിൽനെസ്. അപ്പോൾ ഈ അവിടെയുള്ള ആ സ്റ്റിൽനെസ്, ആ സ്റ്റിൽ പോയിന്റ് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അതിനകത്ത് ശുശ്രൂഷ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് ആർക്കുള്ളത്? അപ്പൊ ഇതിനകത്ത് കയറിയിട്ട് ഞാൻ ഈ പറഞ്ഞ വെളിയിലത്തെ ബിസിനസ് കാണിക്കും. ബിസിനസ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലായി? വെളിയിലത്തെ ട്രാഫിക് മദ്ബഹായിക്കകത്തിൽ കാണിക്കാനുള്ള സ്ഥലമല്ല കേട്ടോ. ഞാൻ എടുത്തു പറയുന്നത് ഇന്ന് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക് കാണിക്കും. ഇന്ന് മദ്ബഹായിക്കകത്ത് രണ്ട് സൈഡിൽ നിൽക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യാനൊന്നും പറ്റാത്തവണ്ണം പിള്ളേരുണ്ട്. ശരിയാണ്. പക്ഷെ ഈ പിള്ളേരുള്ളത് നല്ല കാര്യം തന്നെ. പക്ഷെ അതിനകത്ത് ഈ ട്രാഫിക്കും മൂവ്മെന്റും ഒന്നും പാടില്ല. അത് ശരീരത്തിൽ മാത്രം ഉണ്ടായാൽ പോലെ നമ്മുടെ മനസ്സിലും ഭയങ്കര ട്രാഫിക് അതിനകത്ത് കയറി വന്നു കഴിഞ്ഞു. എന്തോരം വിചാരങ്ങളല്ലേ? മാറി വളരെ സ്പീഡിൽ പോവാം പറ്റത്തില്ല. ഇതൊരു മദ്ബഹായ ഒരു സിംഗുലാരിറ്റി ഉണ്ട്. അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകേണ്ട, ഞാൻ പറഞ്ഞ ആ കോൺഷ്യസില് ആ സ്റ്റിൽനെസ് അനുഭവവേദ്യമാക്കാൻ കഴിയണം ശുശ്രൂഷകൻ. അങ്ങനെയുള്ളവർ പിന്നെ ചലിക്കുകയല്ല. അവരുടെ രൂപത്തിനും ഭാവത്തിനും ശുശ്രൂഷയിലും അറിയാതെ ആ കാംനെസ് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യാതെ ഈ ശുശ്രൂഷയിലേക്ക് കയറിയിട്ട്, അതായത് നമ്മൾ ഓൾ ദി എൻട്രോപ്പീസ് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിന്റെ കമ്പോള സംസ്കാരത്തിന്റെ ഈ വോയിസുകളൊന്നും കേൾക്കേണ്ട സ്ഥലമല്ല എവിടെ. എനിക്ക് ഭയങ്കര ദുഃഖം തോന്നിയൊരു കാര്യം, ഞാൻ വേറെ ഒരു അച്ഛൻ എൻ്റെ പള്ളിയിൽ ഒരു ദിവസം വന്നു. അപ്പൊ അച്ഛൻ പ്രസംഗിക്കുന്ന, ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ ഞാൻ പ്രസംഗിച്ചൊക്കെ തുടങ്ങത്തതേ ഉള്ളൂ. വേറൊരു അച്ഛൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ കുർബാനയൊക്കെ അന്ന് മുറിച്ചു വെക്കാന്ന് വെച്ചാൽ കുർബാന മുറിച്ചു വെച്ചിട്ട്, അപ്പൊ അച്ഛൻ പ്രസംഗം ഒരല്പം കൂടെ നീളും. കാര്യം അത് വേറെ ഏതൊരു വിഷയത്തെ പറ്റിയും അച്ഛൻ പ്രസംഗിക്കാൻ വന്നു. അപ്പൊ ഞാൻ അന്ന് ഇച്ചിരി സമയമുണ്ടല്ലോ, എനിക്കൊരു കാർഗേനൊക്കെ ഉള്ള അച്ഛനായതുകൊണ്ട് ഞാൻ ഒരു കസേര എടുത്തിട്ട് ഇരിക്കാൻ വേണ്ടി സൈഡ് റൂമിലോട്ട് ഞാൻ തുറന്നു നോക്കിയപ്പം അവിടെ നമ്മുടെ മതമായി കയറുന്ന പിള്ളേരിരുന്ന് ആ സമയത്ത് വാട്സാപ്പ് തുറന്ന് മെസ്സേജ്. ഞാൻ അങ്ങ് അത്ഭുതപ്പെട്ടു.
അത്ഭുതപ്പെട്ടു. എന്റെ ചോദ്യം, തുബതയിൽ കുർബാനയുടെ ഇന്റർവെല്ലാണ് ആണോ? കുർബാന എടുക്കുന്ന പ്രസംഗത്തിന്റെ സമയം കുർബാനയുടെ ഇന്റർവെല്ലാണ് ആണോ? അവസാനം കൈമൊത്തുന്ന സമയം കുർബാനയുടെ ഇന്റർവെല്ലാണ്. അന്നേരം തൽക്കാലം ദൈവം തീയെല്ലാം കെടുത്തി കളയുന്ന സമയമാണ് ആണോ? ആണോ അല്ലയോ? അപ്പൊ ഈ വേൾഡ്ലി എൻട്രോപ്പീസ്, ഈ വേസ്റ്റ് നോയ്സസ്, മൊബൈൽ ഫോൺസ്, നമ്മൾ ഈ അതിനകത്തിരിക്കുന്ന 3 മണിക്കൂർ കൊണ്ട് ലോകത്തിൽ ഒരു വ്യത്യാസവും സംഭവിക്കുന്നു. അത് അന്നേരമേ അറിയേണ്ട ഒരു കാര്യം. വേൾഡ്ലി നോയ്സസ് അതൊരിക്കലും എവിടെ ഉണ്ടാകാൻ പാടില്ല. എവിടെ ഉണ്ടാകാൻ പാടില്ല? അതിൻ്റെ ഒരു ചലനങ്ങൾ നമ്മൾ മനസ്സിൽ അനുഭവിക്കേണ്ട ഒരു സെൻട്രാലിറ്റിയുടെ, ഒരു പോയിന്റ് ഓഫ് സെൻട്രാലിറ്റിയുടെ സ്റ്റിൽനെസ് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് കഴിയും. അത് നമ്മൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്കൊരു തോന്നലുണ്ടായതിന്റെ കാര്യം എന്തെന്നറിയാമോ? ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലോകം ഇത്രയും ആദ്യത്തെ പ്രിമച്വർ മനുഷ്യനിൽ നിന്ന് ഉയർന്നു വന്നതിന് ശാസ്ത്രം കണ്ടുപിടിച്ച പ്രധാനപ്പെട്ട ഒരു ഉത്തരം എന്നറിയാമോ? മനുഷ്യൻ ഒരു കാര്യത്തെ ശീലിച്ചു എന്നുള്ളതാണ്. അതെന്ന് അറിയാമോ? അവരതിനെ പറയും, they are able to domesticate the fire എന്ന് പറയും. ഇങ്ങനെ ആളിപ്പടരുന്ന ഒരു കാട്ടുതീ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അവരെങ്ങനെയാണോ ആവശ്യമുള്ളപ്പോൾ ഒരു പാറ ഉരസി ഒരു തീയെ ഉണ്ടാക്കാനും ആ തീയെ കൺട്രോൾ ചെയ്ത ഒരു കാര്യം പാചകം ചെയ്യാനും ഊർജ്ജമാക്കാനും ഉപയോഗിച്ചത്, അവിടെ മുതലാണ് മനുഷ്യൻ പ്രകൃതിയുടെ മേൽ വിജയം നേടിയിട്ടുള്ളത്. ഡൊമസ്റ്റിക്കേറ്റഡ് ദ ഫയർ എന്ന് പറയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ മദ്ബഹായിലെ തീ അത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഇന്ന് നമുക്കൊരു വിചാരമുണ്ട്, ഞാൻ 40 വർഷമായി 50 വർഷമായി 25 വർഷമായി മദ്ബഹായിക്ക് വരും, അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം എനിക്ക്. അപ്പൊ ഈ ഫെമിലിയാരിറ്റി നമുക്കൊരു ബോധ്യം അങ്ങ് വെറുതെ ഉണ്ടാക്കി തരുവാണ്. വി ആർ ഡൊമസ്റ്റിക്കേറ്റഡ് ദ ഫയർ ഇൻ ദി മദ്ബഹ. ഓൾറെഡി അതിനെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ പഠിച്ചു. അപ്പൊ എന്തോ പറ്റി? ഇതിന്റെ മേലുണ്ടായിരുന്ന പേടി അങ്ങ്. അപ്പൊ അവിടെ വെച്ച് മൊബൈൽ തുറന്നാലും അങ്ങോട്ട് ഓടിയാലും മറുവശമായിട്ട് ഞാൻ കണ്ടതാണ്. ഒരുത്തൻ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവൻ കിളിക്കാതിരുന്നപ്പോ ഇങ്ങേ സൈഡിൽ നിന്നവൻ മറുവശയുടെ കമ്പൗണ്ട് അവനോട്ടൊരു കുത്ത് ഇടയ്ക്കൂടെ എന്നോട് തിരിച്ചറിഞ്ഞു വന്നിട്ട് ആൾക്കാർ പറഞ്ഞേ, കൊച്ചു കുഞ്ഞുങ്ങൾ അവരെ കുറ്റം പറയുന്നില്ല, അവനെ ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്, വിളിച്ചാൽ മതി. പക്ഷെ പുറകെ നിൽക്കുന്ന ആളുകൾക്ക് ആ കുത്ത് അത്ര ഇഷ്ടപ്പെടത്തില്ല. മനസ്സിലായോ? അപ്പൊ അതൊന്നും ഒരു പേടിയുടെ ഭയത്ത് വരുന്നതേ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഈ മദ്ബഹായിലെ തീയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ ചെയ്താൽ അത് നഷ്ടമാകും. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. ലേവ്യരോട് ഒന്നാമത് ദൈവം പറഞ്ഞത്, യുവാർ അവരെ വേർതിരിക്കണം. അവർ സമാഗമന കൂടാരത്തിന് ചുറ്റും പാളയം അടിക്കണം. നിങ്ങൾ വേർതിരിക്കപ്പെട്ടവരാണെന്നുള്ളൊരു ചോസൺ കോൺഷ്യസ്നെസ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ളവർ അതിന്റെ വലയത്തിനകത്തായിരിക്കണം. അതിന്റെ വലയത്തിനകത്തായിരിക്കുന്നവർ ആ ഒരു സ്റ്റിൽ പോയിന്റിൽ, ദൈവം സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന സ്റ്റിൽ പോയിന്റിന്റെ ഒരു അവസ്ഥ മാനസികമായിട്ട് ഉണ്ടാക്കണം. അവിടെ ലോകത്തിന്റെ ഒരു വോയിസസിനോ ട്രാഫിക്കിനോ ഇടമുണ്ടാകരുത്. ആ തീ എനിക്ക് ഫെമിലിയറായി എന്നുള്ളത് അതിന്റെ പേടി നഷ്ടപ്പെടുത്താൻ ഇടയാകരുത്. ആ തീ നിങ്ങളെ ദഹിപ്പിച്ചു കളയും. രണ്ടാമത്തെ ലേവ്യരോട് ദൈവം പറഞ്ഞെടുത്ത് ആവർത്തന പുസ്തകം 10-ാം അധ്യായം 8-ാം വാക്യം. ആവർത്തനം 10:8, ഡ്യൂട്രോണമി 10:8. വേദപുസ്തകം കൊണ്ടുവന്ന ആരെയും ശുശ്രൂഷകരോട് അത് ചോദിക്കാൻ പാടില്ല. അക്കാലത്ത് യഹോവ ലേവി ഗോത്രത്തെ യഹോവയുടെ നിയമത്തിന് ചുമപ്പാനും ഇന്ന് വരെ നടന്നു വരുന്നത് പോലെ, അടുത്ത വാക്കാണ്, യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും തിരഞ്ഞെടുത്തു. അപ്പൊ രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം അവരോട് പറഞ്ഞതെന്നറിയാം. നമ്മൾ എന്തിനു വിളിക്കപ്പെട്ടിട്ടുള്ളവരാ? യഹോവയുടെ സന്നിധിയിൽ എങ്ങനെ ശുശ്രൂഷ ചെയ്യാനാ? കേട്ടില്ല? യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ. എങ്ങനെ? യഹോവയുടെ സന്നിധിയിൽ
നിന്ന് ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടു. അതിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ. എന്താണെന്ന് ഞാൻ പറയാം. ഈ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നതിന് 2 കാര്യങ്ങൾ വേണം. ഒന്ന് സബ്മിഷൻ. എന്താ വേണ്ടേ? നമ്മൾ ഒരാളുടെ മുമ്പിൽ സബ്മിറ്റഡ് ആണെങ്കിലും അവരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ പോയി നിൽക്കും? നമ്മുടെ ഹെഡ് മാസ്റ്ററെ കാണാൻ പോകുമ്പോൾ നമ്മൾ അന്ന് അടിയാ പറ എന്ന് പറയുമോ? നമ്മൾ നിന്നോണ്ടേ പറയും. എന്താ കാര്യം? നമ്മുടെ ഒരു ഡെഡിക്കേഷൻ, സമർപ്പണം, 2 ഹ്യൂമിലിറ്റി, വിനയം. അപ്പൊ ഇത് 2ഉം ഇല്ലാതെ നമ്മൾ എവിടെ കയറാൻ പാടില്ല, ഈ ശുശ്രൂഷ ചെയ്യാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യണം. അതിന് മറ്റു തലങ്ങളിലേക്ക് ഞാൻ വരാം. നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യണം. കാര്യം ഈ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുമ്പം നമ്മുടെ ഫോക്കസ് ഒരാളിലേക്ക് പോകാവൂ. അതെവിടേക്കാണ്? കൊണ്ടാണ് ആരുടെ മുമ്പാകെ നിൽക്കണമെന്നാ പറഞ്ഞത്. ഒരാളുടെ മുമ്പാകെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കഴിയുമ്പോൾ ആ എഴുന്നേറ്റ് നിൽക്കാൻ 2 ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ വേണം. ഒന്ന് ഹ്യൂമിലിറ്റിയാണ്, 2 നമ്മുടെ ഒരു സബ്മിഷനാണ്. എന്നാൽ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു രൂപമേ ഉള്ളൂ, ഒരാളെ ഉള്ളൂ. അതാരാണ്? ദൈവം. ആ ഒരു ഫോക്കസിലേക്ക് നമ്മുടെ നിൽപ്പ് നമ്മളെ കൊണ്ടുവരും. അതിനേക്കാളപ്പുറം ആ നിൽപ്പിന്റെ സബ്മിഷനോട് കൂടിയ ആ നിൽപ്പിന്റെ ഭാവത്തിലാണ് നമ്മളെ പറ്റി മലയാളത്തിൽ കുർബാനക്രമത്തിൽ എഴുതിയിരിക്കുന്ന ആ വാക്ക് കറക്റ്റ് ആവും. പട്ടക്കാരൻ ചൊല്ലേണ്ടത് തൊട്ടടുത്ത വാക്കിൽ എന്താ? ആര് ചൊല്ലേണ്ടതെന്ന് ആ പദമൊന്ന് പറഞ്ഞേ, എന്നോടെ പറഞ്ഞേ. ശുശ്രൂഷക്കാരൻ അല്ലേ? എന്താ അതിനർത്ഥം? ശുശ്രൂഷ ചെയ്യുന്നതെന്ന്. പാട്ട് പാടുന്നുവെന്നാണോ? അതങ്ങനെയാണെങ്കിൽ കൂറുകയോ കോഹനൊക്കെ ചുമറോ എന്നൊക്കെ എഴുതി വെക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ എഴുതുന്നില്ല. വായിക്കുന്നുവെന്നാണോ? ആണോ? ഒറ്റ ഐഡന്റിറ്റിയെ മക്ബഹായി കയറുന്ന ഒരാൾക്കുള്ളൂ. അതെന്താണ്? ഡീക്കൺ എന്നാണ് മറ്റതിനകത്തുള്ളത്. ഡീക്കൺ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് തന്നെ? തമാശനെ ഉള്ളൂ ഓർത്തഡോക്സ് ആരാധനയും. പക്ഷെ ആ ഡീക്കണ്ട ഭാവം എന്താണ്? ഡീക്കൺ എന്ന ഭാവത്തിന്റെ അർത്ഥം എന്താണ്? ശുശ്രൂഷകനാണ്. അപ്പൊ ഈ ദാസ്യഭാവം എപ്പോൾ ഒരു ശുശ്രൂഷകൻ നഷ്ടപ്പെടുന്നോ അയാൾക്ക് ആ ശുശ്രൂഷയിലെ ഗ്രേസ് നഷ്ടപ്പെടും. ഞാൻ ഈ പറഞ്ഞ എഴുതി വരും. ഗ്രേസ് നഷ്ടപ്പെടും. ആ ശുശ്രൂഷ അനുഗ്രഹത്തിന് പകരം ശാപമായിട്ടും. വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണണം. ഈ ശുശ്രൂഷ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയാണ് അങ്ങനെ ചെയ്യുന്നവർ. നമ്മുടെ ഉള്ളിൽ എപ്പോൾ ഈ ദൈവമുഖത്തേക്കുള്ള നോട്ടം, അറ്റൻഷൻ നഷ്ടപ്പെടുകയും ഉള്ളിൽ ഈ ഹ്യൂമിലിറ്റിയും സബ്മിഷനും ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദാസ്യഭാവം നഷ്ടപ്പെടും. ആ ദാസ്യഭാവം നഷ്ടപ്പെടുന്നിടത്ത് നമുക്കറിയാണ്ട് ദൈവമുമ്പാകെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന മാലാഖ തന്നെയായിരുന്നു ആര്? ലൂസിഫർ. പക്ഷെ അയാളുടെ ശുശ്രൂഷാഭാവം നഷ്ടപ്പെട്ടപ്പോഴാണ് അയാൾ ആരായി മാറിയത്. അത് വളരെ ഗൗരവപൂർവ്വം എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തെ ലളിതമായിട്ട് പറയാവുന്ന ഒരൊറ്റ വാക്ക് നമ്മൾ ആരാധനയിൽ ഉപയോഗിക്കുന്നുണ്ട്. ആരാധനയിൽ അയാൾ എങ്ങനെയായിരിക്കണം എന്നതിന്റെ സ്വഭാവം. അത്രയും അത് ശുശ്രൂഷണം തന്നെയാണ് വിളിച്ചു പറയുന്നത്. ഈ വീക്ക് വാക്കാണ്. ഏതാ? യാചിക്കേണ്ട കഴിഞ്ഞാൽ ഉടനെ ആ ശുശ്രൂഷ വിളിച്ചു പറയും. എന്താ? ആ സ്തോമകാരസ് എന്ന് പറയും. എന്താണ്? നാം നല്ലവണ്ണം. ഞാൻ പറയട്ടെ, അത് ഞാൻ അച്ഛൻ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം പറയും. ഒരു ശുശ്രൂഷകൻ 8 വയസ്സുള്ളൊരു കുഞ്ഞാണെങ്കിലും അദ്ദേഹം അമ്മ എന്ന് വിളിച്ചു പറയും. നാം കേൾക്കണം എന്ന് പറയുമ്പോൾ ആളുകൾ ശ്രദ്ധയോടെ അത് കേൾക്കും. നാം തലവലിക്കണം എന്ന് പറയുമ്പോൾ ഒരു 8 വയസ്സുള്ള കുഞ്ഞ് വിളിച്ചു പറഞ്ഞാലും 90 വയസ്സുള്ള അപ്പച്ചനും തലവലിക്കും. നാം തലവണക്കണം എന്ന് പറയുമ്പോൾ അവരങ്ങനെ ചെയ്യും. നാം സമാധാനം കൊടുക്കണം എന്ന് പറയുമ്പോൾ അവരങ്ങനെ ചെയ്യും. നിങ്ങളുടെ പവർ കൊണ്ടാണോ? അധികാരം കൊണ്ടാണോ? അതൊരു വലിയ നൽവരമാണ്. നമ്മൾ ഈ ദൈവവുമായുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു നൽവരമാണ്. ഈ നല്ലവണ്ണം നിൽക്കണമെന്ന് നിങ്ങൾ പറയുമ്പം ആദ്യം നല്ലവണ്ണം നിൽക്കേണ്ടത് ആരാ? നിങ്ങൾ നല്ലവണ്ണം നിന്നിട്ട് വേണം പറയാൻ. ഇത് ഇങ്ങോട്ട് മധുവായി നിങ്ങൾ താഴെയിട്ട് തന്നെ വീശി ഇങ്ങനെ കറക്കി എടുത്ത് ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് ഇങ്ങനെയൊക്കെ പറയും. ഇവിടെ ഒന്നും അങ്ങനെ ഇല്ലെന്ന് എന്റെ വിചാരം. നമ്മുടെ നാട്ടിലൊക്കെ പല കസർത്തുകൾ ഈ വിഷയത്തിലും നമുക്ക് വീശിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവിടെ മയക്കാരൻ എങ്ങനെ സമയം തടസ്സം പറയുമെന്ന് പേടിച്ച് വേണ്ട
അവൻ എന്തൊക്കെ പരിപാടി ഇതൊക്കെ ചെയ്യും. നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഇത് എന്തോ ഓക്കേടാണ്. അപ്പൊ സത്യത്തിൽ തീരെ നല്ലവണ്ണം നിൽക്കാതെയാണ് നമ്മൾ നല്ലവണ്ണം നിൽക്കണമെന്ന് വിളിച്ചു പറയും. തലവണക്കണമെന്നൊരു ശുശ്രൂഷകൻ വിളിച്ചു പറഞ്ഞിട്ട് പുള്ളി തലവണക്കാതെ നേരെയാണ് അവിടെ ആ പ്രാർത്ഥന കഴിഞ്ഞ് നിൽക്കുന്നതെങ്കിൽ അത് ശരിയാണോ? ആണോ? അപ്പൊ നമ്മൾ പറയുന്നതെല്ലാം നല്ലവണ്ണം നിൽക്കാനും നല്ലവണ്ണം ചൊല്ലാനും പറയുന്നവർക്ക് എന്തുണ്ട്? പറയുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പം അതൊരു വളരെ പ്രധാനമാണ്. ഈ നല്ലവണ്ണം നിൽക്കാമെന്നും പറഞ്ഞ് മധുവായിക്കകത്ത് കയറിയിട്ട് ഇന്ന് കയറിയവർക്ക് പലർക്കും ഇതൊരു ഓപ്ഷൻ ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്കിത് തിരുത്താൻ പറ്റില്ല. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പള്ളിയിൽ ഇതുപോലെ എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് ഒരു ദിവസം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏതോ വേൾഡ് കപ്പ് ഫൈനൽ എന്നായിരുന്നു, ഫുട്ബോൾ വേൾഡ് കപ്പ് ഫൈനൽ എന്തായാലും ഒരു സാറ്റർഡേ നൈറ്റിലായിരുന്നു കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പിള്ളേരുടെ എല്ലാം പിറ്റേ ദിവസം ഏതാണ്ട് നല്ല ശുശ്രൂഷയുള്ളതാണ്. അപ്പോൾ എനിക്ക് പിള്ളേർ തീരെ ഇല്ല അവിടെ. അപ്പോൾ ഇവന്മാരെല്ലാം വരാമെന്ന് പറഞ്ഞ് പോയതാണ്, സന്ധ്യാനമസ്കാരത്തിന് വന്നിട്ട് പോയത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വരത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. പിറ്റേ ദിവസം കുർബാന തുടങ്ങിയപ്പോൾ ഞാനും ആ 71 വയസ്സുള്ള 2 തവണ തൂക്കി വീശിയാലൊരു വിമിഷ്ടം പോലെ വരുന്നൊരു അപ്പച്ചന് വേറെ ഞാൻ വായിക്കത്തില്ല 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കിന് മാത്രമാണ്. അപ്പൊ എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ അന്ന് നോക്കിയപ്പം കുർബാന തീരാറായി കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പം പ്രധാന മേലാളന്മാരെല്ലാം വന്ന് പുറകെ നിൽക്കുന്നു. അപ്പൊ എനിക്ക് ചില സമയത്ത് എന്റെ റിലേ പോയി പറഞ്ഞ ഉപദേശിക്കണമൊക്കെ ഉപദേശിക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അന്നേരം ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് സങ്കടമായി. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് എന്തോ പ്രസംഗം വെച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടത് പോയത്. അപ്പൊ ഞാൻ ഇതുപോലെ പറഞ്ഞു, നമ്മളൊരു വൊക്കേഷൻ എടുത്തിട്ട് അതിൽ നിലനിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻ അല്ല. തീർച്ചയായിട്ടും ഞാനത് അന്നോടെ പറയുകയും ചെയ്തു. ഡോക്ടർ ബാബു പോൾ ആണെങ്കിലും ഇവൻ നമ്മുടെ അഡ്വക്കേറ്റ് ബിജുമൻ ആണെങ്കിലും ഇപ്പോഴും മധുവായി കയറുന്നത്, അദ്ദേഹം മരണം വരെയും മധുവായി കയറുക ബാബു പോൾ. അപ്പൊ അത് IAS ആണ്. അപ്പൊ അത്രയും അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞു. എനിക്ക് ആ പിള്ളേർ വന്ന് എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല. കുമാരെല്ലാം കഴിഞ്ഞ് കാപ്പിടിച്ചിട്ടിരിക്കാന്ന് അതിന്റെ ഒരു അപ്പൻ എന്നോട് എന്ത് പറയാ, മധുവായിട്ട് തോമസൊക്കെ പിള്ളേരെ എപ്പോഴും കയറുന്നില്ല. ഫുട്ബോൾ 5 വർഷം ഒരിക്കലല്ല ഉള്ളു അതിന്റെ ഫൈനൽ. പിള്ളേർ 2 ദിവസം കണ്ടിട്ട് ഉറങ്ങിപ്പോയാൽ അച്ഛൻ ഇത്രയൊന്നും അവരെയൊക്കെ പറയേണ്ട കാര്യമില്ല. ഞാനാരായി അപ്പൊ അപ്പനും മക്കളും ഒരുമിച്ചിരുന്നാണ് കണ്ടത്. അവര് പറഞ്ഞാൽ അത് കാര്യമുണ്ടോ എന്നൊന്നും അടക്കാൻ ഞാൻ ആണല്ല. പക്ഷേ നമ്മൾ ഒരിക്കലും ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച കയറാൻ പറ്റും നമുക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വരണ്ട. അപ്പൊ അങ്ങനെ ഉറപ്പില്ല എങ്കിൽ തീർച്ചയായിട്ടും ദൈവം മുമ്പാകെ നിൽക്കാനാണ്, പുറകിൽ പോയി നിൽക്കാനല്ല, അവന്റെ മുമ്പാകെ നിൽക്കാനാണ് നമുക്ക് വിളി തന്നെന്നുള്ള ബോധ്യം ഉണ്ടാകണം. അവന്റെ യാഗപീഠത്തോട് ചേർന്നിരിക്കാനും അതിന് ചുറ്റും പാളയം അടിക്കാനാണ്. അല്ലാതെ ഇതിന്റെ മുമ്പിൽ പാളയം അടിച്ചതിന്റെ പേരിൽ മാറി നിൽക്കാനല്ല ഈ വിളി എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ടത് ഏറെ ആവശ്യമാണ്. ഈ നിൽപ്പൊരു ക്രമവും കൂടി നമുക്കറിയാവുന്നത്, ഒരു ക്രമമാണ്, ഒരു ലിറ്റർജിയാണ്. തക്സ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? ഓർഡർ അല്ലെ? ഓർഡർ. ഒരു ഓർഡറിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പൊ ഈ നിൽപ്പിൽ ഒരു ഓർഡർ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി ഇവിടെ നിൽക്കുക നമുക്ക് പഴയ അപ്പച്ചന്മാർ പറയും, ചെവിക്ക് പിടിക്കും. നമ്മളെയൊക്കെ ഒരുപാട് ശിക്ഷിച്ചിട്ടുണ്ട്. അത് ലേവ്യരുടെ കാര്യത്തിലുണ്ടായിരുന്നു. ലേവ്യരെ എല്ലാവരെയും തിരഞ്ഞെടുത്തെങ്കിലും നിങ്ങൾ ലേവ്യ പുസ്തകം തുറന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ തന്നെ പല കൊച്ചു വകഭേദങ്ങളുണ്ട്. ഗർഷോന്യർ, കെഹാത്യർ, ഗരാമ്യർ എന്ന് പറയുന്ന ഒരുപാട് സഭ്യമാണ്. ഓരോരുത്തർക്കും ഈ പെട്രോൾ എടുത്ത് ആരാധനയ്ക്ക് പോകുമ്പോൾ പലർക്കും പല ജോലിയാണ്. പലർക്ക് എല്ലാവരും ഒരേ ജോലിയല്ല ചെയ്യുന്നത്. അതിൽ തന്നെയുള്ള അഹമ്മന്റെ പുരോഹിത വംശത്തിലുള്ളവർക്കാണ് അതിന്റെ ശുശ്രൂഷയുള്ളത്. അതിൽ തന്നെ കൊച്ചന്മാരുടെ ഡ്യൂട്ടി വേറെയുണ്ട്. അഹമ്മൻ മാത്രം ചെയ്യേണ്ട ഡ്യൂട്ടി വർഷത്തിലൊരിക്കലുള്ള പാപപരിഹാരയാക്കണം. അപ്പൊ എല്ലാവർക്കും ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആരും അതിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചാൽ ആ ഓർഡർ തെറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഇതിനകത്ത് വെളിയിൽ പല ക്രമരാഹിത്യങ്ങൾ ഉള്ളപ്പോഴും എല്ലാം ക്രമമായി പോകേണ്ട ഒരു ഇടമാണ് എന്ത്? അതിനകത്ത് വെളിയിൽ ഒരു പക്ഷെ പൊതുയോഗമൊക്കെ നടന്നതിന്റെ പല അലമ്പ് പള്ളിയുടെ വെളിയിൽ കാണുമായിരിക്കും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല അടി കാണുമായിരിക്കും. പക്ഷെ അതൊന്നും കൊണ്ട് എവിടെ കയറരുത്. നിങ്ങൾക്കറിയാം, അടുത്ത സമയത്ത് നമ്മുടെ സഭയിലെ തന്നെ ചില വിഷയങ്ങളിൽ ചിലരെ മതമായി കയറ്റിയില്ലെന്നൊക്കെ പറഞ്ഞ് ദേവലോകത്ത് വരെ സമർത്തുന്ന വിഷയങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം,
ഭയങ്കര പ്രമാദമായ വിഷയങ്ങളുണ്ടായി ഐടി ന്യൂസിലൊക്കെ വന്നത്. അപ്പൊ ഇതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. ഇതേതൊരു വലിയ അധികാരമോ ഇനി ആരാണ് അങ്ങനെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു വലിയ പള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതുമായി നടക്കി വിട്ടു ഒക്കെ പാട്ടിനെ സംബന്ധിച്ചത് ഭയങ്കര വിഷയങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഇതിനകത്തൊരു ഈ സ്വർഗവും ഭൂമിയും സമ്മേളിക്കുന്ന സ്ഥലമാണ് മദ്ബഹ എങ്കിൽ നിങ്ങൾ ഓർക്കണം, ഒരു വേൾഡിലി ഓർഡർ മാത്രമല്ല, ഒരു കോസ്മിക് ഓർഡർ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. എവിടം അതുകൊണ്ടാണ് നമ്മളെ മാലാഖമാർ, ക്രിസ്തുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. പുരോഹിതനായി നമ്മൾ മാലാഖമാരാണെങ്കിൽ ആ ഒരു കോസ്മിക് ഓർഡർ എവിടെയുണ്ട്? അപ്പൊ ഒരു കാരണവശാലും ആ ഒരു ബോധ്യത്തിൽ വേണം നമ്മളതിനെ മാറാൻ. അതുകൊണ്ടാണ് ലേവ്യരോട് എപ്പോഴും പറഞ്ഞത്, ലേവ്യരുടെ ശുശ്രൂഷ ജനത്തിന് വേണ്ടിയാണെങ്കിലും അവരുടെ മുഖം എപ്പോഴും ദൈവത്തിന്റെ നേരെ ആയിരിക്കണമെന്ന് കൃത്യമായ ഡയറക്ഷൻ ആർക്കുണ്ടായിരുന്നു? ദൈവത്തിനുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ മദ്ബഹായിൽ എപ്പോൾ നിന്നാലും നിങ്ങളുടെ ശുശ്രൂഷ, നമ്മളെല്ലാവരും ശുശ്രൂഷിക്കുന്ന ആർക്ക് വേണ്ടിയാ? ജനത്തിന് വേണ്ടിയാണ്. പക്ഷേ ജനത്തിന് വേണ്ടി ശുശ്രൂഷിക്കുമ്പോഴും അഡ്വറിയന്റം എന്ന് പറയും. നമ്മുടെ ഫോക്കസ്, നമ്മുടെ മുഖം എങ്ങോട്ടായിരിക്കണം? ആരുടെ നേരെ ആയിരിക്കണം? ഇന്ന് അതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇന്ന് 2 പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ പയ്യെ ഏന്തിയും വരുന്ന പുറകോട്ടൊക്കെ ഇരുന്ന് ഓട്ടം കിട്ടും. ആൾക്കാരൊക്കെ എന്നെ കണ്ടോ, അറ്റൻഷനൊക്കെ, ഞാൻ ഉദ്ദേശിച്ച ആൾക്ക് എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെയുള്ള പല വിഷയങ്ങളും. ഞാൻ ദേവത്ത് ഈ എല്ലാ പരാതികളും വരുന്ന ഓഫീസിൽ ഒരു 12 വർഷം ജോലി ചെയ്തതാണ്. എല്ലാ പരാതിയും ആദ്യം വായിക്കുന്നവരാണ് ഞാൻ. അപ്പൊ അതിലൊരു നല്ല ശതമാനം പരാതികളിൽ തന്നെ, ശതമാനം പറഞ്ഞാൽ വളരെ ചുരുക്കം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്ന പരാതികളിൽ ഈ വിശുദ്ധ പ്രണയങ്ങൾ ഒരുപാട് ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ത്രിവേദി വായിക്കുന്ന ത്രിവേദിയൊക്കെ വെച്ചിരിക്കുക, മദ്ബഹായിൽ നിന്ന് കൊയറിലോട്ട് പ്രണയം വായിച്ചു കഴിഞ്ഞിട്ട് തോക്കിട്ട് ഇന്ന് ഞാൻ എടുത്തോളാം, ഇന്ന് അവള് വന്നിട്ടുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അപ്പൊ ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ തിരുവേനിക്കകത്ത് ഞാനിത് നിങ്ങളായിട്ട് ഓപ്പണായിട്ടൊക്കെ പറഞ്ഞ കേട്ടോ, സ്ഥലമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി അങ്ങനെയൊക്കെ ഇതിനെ കാണുന്നത് ഉണ്ടെങ്കിലുണ്ടല്ലോ, വളരെ 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 ശോചനീയമാണ് നമ്മുടെ അവസ്ഥ ആ നിലയിലാണെങ്കിൽ. അൺഓറിയന്റ്, നമ്മൾ എവിടെ ശ്രദ്ധിക്കുന്നു, എന്തിനു വേണ്ടി ഇതിനകത്തൊക്കെ ആയിരിക്കുന്നു, ആര് നമ്മളെ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ കരുതുന്നു, അത് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്? നമ്മൾ പ്രത്യേകം ഓർക്കണം, വി ആർ നോട്ട് എ പെർഫോം. നമ്മള് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി അകത്ത് കയറിയിരിക്കുന്ന ഒരാളല്ല, നമ്മൾ നന്നായി ശുശ്രൂഷിക്കാൻ വേണ്ടി അകത്ത് കയറിയിട്ടുള്ളവരാണ്. നന്നായി ശുശ്രൂഷിക്കാൻ വേണ്ടി അകത്ത് കയറിയിട്ടുള്ളവരാണ്. ശുശ്രൂഷകര് നടന്മാരല്ല, മാലാഖമാരാണ്. ഓർക്കണം കേട്ടോ. അപ്പനൈറ്റ്സ് ആർ നോട്ട് ആക്ടേഴ്സ്, ദേ ആർ ഏഞ്ചൽസ്. ഒരിക്കലും വിട്ടുപോകരുത്. ദൈവം മുമ്പാകെ നിൽക്കുവാനാണ് നമ്മുടെ വിളി, അത് മറന്നുപോയത്. മൂന്നാമത് ലേവ്യരുടെ മൂന്നാമത്തെ ഒരു ചിന്താഗതി നോക്കുമ്പോൾ 1 ദിനവൃത്താന്തം 15-ാം അധ്യായം 2-ാം വാക്യം. 1 ദിനവൃത്താന്തം 15:2. അവിടെ അവരോട് പറയുന്ന ഒരു കാര്യം, അന്ന് ദാവീദ് ലേവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതല്ല, അവരെയല്ലോ ദൈവത്തിന്റെ പെട്ടകം ചുമപ്പാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. മൂന്നാമത് ലേവ്യരെ പറ്റി പറഞ്ഞായിരിക്കുന്ന ഒരു കാര്യം, അവരുടെ ഒരു ഉത്തരവാദിത്വം എന്താണ്? ദൈവത്തിന്റെ പെട്ടകം ചുമക്കണം. ഇത് അന്നത്തെ ഒരു സാഹചര്യത്തിലാണ്, ഇത് പുരോഹിതന്മാർ ആണ് ഇന്ന് ബേസിക്കലി ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും അന്ന് പെട്ടകത്തിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഇന്ന് ശുശ്രൂഷകർ ചുമക്കുന്നുണ്ട്. നിങ്ങൾ ഓർത്തിരിക്കണം, അന്ന് പെട്ടകത്തിലുണ്ടായിരുന്ന ഒന്ന് ന്യായപ്രമാണമാണ്. ഇന്ന് അതിന്റെ ഭാഗത്തുള്ളത് എന്താണ് എന്ന് പറഞ്ഞാട്ടെ, എന്താണ്? ഏവങ്കേലിയാണ്. അന്ന് ഈ കുർബാന മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യാത്തത്, കുർബാനയും മുഴുവനും. ബാക്കി ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഇടത്തുള്ള മുഴുവൻ കാര്യങ്ങളും ഇന്നിപ്പോൾ ആര് കൈകാര്യം ചെയ്യുന്നുണ്ട്? അപ്പോൾ ഈ ദൈവസാന്നിധ്യം ചുമക്കുന്ന ശുശ്രൂഷയിൽ അന്നത്തെ അത്രയും ഗ്രാവിറ്റി ഇല്ലെങ്കിലും നിങ്ങൾ അതിനോട് ചേർന്ന് നിന്ന് തന്നെ ആ ശുശ്രൂഷ ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അത് ചുമക്കുന്നതിന് ദൈവസാന്നിധ്യം ചുമക്കുന്നവർക്ക് അത്യാവശ്യം വേണ്ട കാര്യം ഒരു വിശുദ്ധ ജീവിതമാണ്.
അതില്ലാതെ തൊട്ടവരെ നിങ്ങൾക്ക് അറിയാമല്ലോ. ദൈവത്തിന്റെ പെട്ടകം ആളവണ്ടിയിൽ കൊണ്ടുവരുമ്പോൾ ഉസ്സ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അത് കരിഞ്ഞപ്പോൾ ആ പെട്ടകത്തിൽ എടുത്തു. തൊട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഉസ്സ അവിടെ പിടഞ്ഞു വീണ് മരിച്ചു. അപ്പം ദൈവ സാന്നിധ്യം തോളിൽ വഹിക്കുന്നവർ അതിനനുയോജ്യമായ വിശുദ്ധി തങ്ങളുടെ ജീവിതത്തിൽ കരുതിയില്ലെങ്കിൽ ശുശ്രൂഷകർ ഓർക്കണം, അനുഗ്രഹത്തിന് പകരം ഇത് എന്തായി മാറും? ഇത് കളിക്കാനുള്ള സ്ഥലമല്ല. വളരെ ഗൗരവപൂർവ്വം ഞാൻ നിങ്ങളോട് ഒരു സന്ദർഭം മാത്രം പറയാം. ഞാൻ പാലായിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് അവിടെ ശുശ്രൂഷകരില്ല, നിങ്ങളെ പഠിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ എൻ്റെ അടുക്കെ ഒരാൾ പറഞ്ഞു, നമ്മുടെ പള്ളിയിൽ ഈ പള്ളിയിൽ നേരത്തെ മതമായി കയറിക്കൊണ്ടിരുന്നൊരു പയ്യനുണ്ട്. അവൻ്റെ അപ്പനും അമ്മയും മരിച്ചുപോയി. അവൻ മാത്രം ഒറ്റയ്ക്ക് വീട്ടിലാണ്, അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവനൊരു പക്ഷേ അച്ഛനൊന്ന് പോയി അവനോട് സംസാരിക്കാമെങ്കിൽ അവന് മതമായി വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനെ പോയി കണ്ടു. അപ്പോൾ നീ മതമായി വരണേന്ന് പറഞ്ഞു. അവൻ അടുത്ത ആഴ്ച മതമായി വന്നു. കുപ്പായി ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ കുപ്പായി കൊടുത്തു. മനോഹരമായിട്ട് 5-ാം തവതയും വായിച്ചു, മനോഹരമായിട്ട് ധൂപകുറ്റി എടുത്തു. അപ്പോൾ അതൊരു ഓശാനയുടെ തലേ ഞായറാഴ്ച. അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം ഓശാനം ഒരു കഷ്ടാനുവാഴ്ചയാണ്. ഒരാഴ്ചത്തേക്ക് നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളിനെ കിട്ടിയത്. അപ്പം ഞാൻ അവനോട് പറഞ്ഞിട്ട് വന്നിടം വരെ മറക്കാതെ അടുത്ത ആഴ്ച മുഴുവൻ വരണേ. അപ്പം വരാമെന്ന് പറഞ്ഞു. ഇവൻ ഓശാനിക്ക് വന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചത് പറഞ്ഞു, അച്ഛാ ഉറപ്പായിട്ട് ഞാൻ ബസ്സറായിക്ക് വരുമെന്ന് പറഞ്ഞു. ബസ്സറായിക്കും വന്നില്ല. ഇവനെ പിറ്റേ ദിവസം ദുഃഖവെള്ളിയാഴ്ചയാണ്. ബസ്സറാണെന്ന് ഞാൻ പള്ളിയിൽ താമസിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ നേരിട്ട് പോയി ഇവനോട് ഒന്നുകൂടെ പറയാം. ദുഃഖവെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരം വന്നില്ല. സന്ധ്യാനമസ്കാരം കഴിഞ്ഞു. എന്നോർമ്മ പിറ്റേ ദിവസം ദുഃഖവെള്ളിയാഴ്ചയാണ്. ഭക്ഷണം കഴിക്കാൻ എനിക്ക് അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിലായിരുന്നു. ഞാൻ അവിടെ പോയപ്പോൾ ഇവൻ്റെ വീട്ടിൽ കയറി. ദുഃഖവെള്ളിയാഴ്ചയുടെ തലേ ദിവസം അവൻ്റെ വീട്ടിൽ ഞാനൊരു 7:30 മണിക്ക് ചെല്ലുമ്പോൾ ഞാൻ കോളിംഗ് ബെൽ അടിച്ചപ്പം ഇവൻ വാതിൽ തുറക്കുന്നത് ഒരു കയ്യിൽ മദ്യവും മറ്റേ കൈ സോഡായുമായിട്ട് ഇങ്ങനെ അപ്പൊ ഞാൻ എനിക്ക് എൻ്റെ ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞോളൂ, അതിനകത്ത് മനസ്സിലാക്കാനുള്ള ബോധം അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞാ ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ തലേ ദിവസം കയ്യിൽ ധൂപക്കുറ്റി എടുക്കേണ്ട നീ ഇന്ന് ഈ മദ്യക്കുപ്പിയും എടുത്തോണ്ട് ഈ വാതിൽ തുറന്നത് നീ നന്നായിട്ട് ആലോചിക്കണം. നിന്റെ വിളി എന്തായിരുന്നു? നീ കഴിഞ്ഞ ആഴ്ച എന്നോട് ഏറ്റിട്ട് പോയത്. ദൈവം നിന്നോട് ക്ഷമിക്കട്ടെന്ന് മാത്രം. ഒരുപക്ഷെ നമ്മുടെ വലിയ സങ്കടത്തിൽ ഞാൻ അത് അന്നേരം അങ്ങനെയൊന്ന് പറഞ്ഞു പോയി എന്ന് ഞാൻ പിന്നെ ഇപ്പോഴും ഞാൻ ഏറ്റവും വിഷമിക്കുന്നുണ്ട്. കാര്യം എന്താണെന്നറിയാം, ഞാൻ അത് കഴിഞ്ഞ് 2-3 വർഷം കൂടി ഞാൻ പള്ളിയിലുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് പോരുന്നതിന് ഒരു 6 മാസം മുമ്പ് ഇവൻ മദ്യപിച്ചുകൊണ്ട് തന്നെ ബൈക്ക് ഓടിച്ചു പോയി. ആക്സിഡന്റിൽ പെട്ട് അവൻ്റെ വലത് കൈ തളർന്നു പോയി. ഇന്ന് വരെയും അവൻ്റെ വലത് കൈക്ക് സ്വാധീനം. ഞാൻ ഈ ശുശ്രൂഷക സംഘത്തിൽ ഇന്ന് നിങ്ങളോട് ഇത് സംസാരിക്കുന്നു. എനിക്ക് ബാക്കി ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ മറന്നു പോയാലും ഒരു കാര്യത്തിന് ഓർക്കണം, നിങ്ങളുടെ കൈകളുടെ തോളിന്മേൽ ദൈവസാന്നിധ്യം വഹിക്കാനാണ് ഈ മറ്റൊരുപാട് പേര് 10,000 പേര് നിങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്നു ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്. ആ കൈ കൊണ്ട് പോയി മദ്യപിക്കാണ്ട്, ആ കൈ കൊണ്ട് പോയി മറ്റ് പരിപാടികൾ ചെയ്യാനോ പോയാൽ ദൈവം എങ്ങനെയായിരിക്കും ഇടപെടുന്നതെന്ന്, അല്ലെങ്കിൽ ഈ പരിപാടി പറ്റത്തില്ലെങ്കിൽ ക്ഷമ പറഞ്ഞ് മാറിയേക്കും. രണ്ടും കൂടെ കൊണ്ടുപോയാൽ പണിയാണ്. മുസയ്ക്ക് സംഭവിച്ചത് എൻ്റെ കൺമുമ്പിൽ അനൂപിന് സംഭവിച്ചത് ആർക്കും സംഭവിക്കാതെ. അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം ഞാൻ ആ വിഷയം പറയുകയാണ്. 2 ദിനവൃത്താന്തം 29-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ കൂടുതൽ ഉത്സാഹികളായി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഞാൻ പുരോഹിതന്മാർക്ക് പുരോഹിത നിയമം ഒരുപാടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അത് പറയുന്നത്. പക്ഷെ അവിടുത്തെ ലേവ്യരെ പറ്റി പറയുകയാണ്, ശുശ്രൂഷകരെ പറ്റി പറയുകയാണ്. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ കൂടുതൽ ഉത്സാഹികളായി. അങ്ങനെ വിശുദ്ധമായ ജീവിതത്തിൽ അച്ഛന്മാരെ കൂടെ കറക്റ്റ് ചെയ്യുന്ന ഒരുപാട് ശുശ്രൂഷകർ ഉണ്ട്, ഇന്നുമുണ്ട് പല പള്ളികളിൽ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ കൂടെ പഠിച്ച നമ്മുടെ ദേവനവാരമാനായിരിക്കുന്ന യാക്കോബ് റമ്പാച്ചൻ്റെ പിതാവിൻ്റെ ശവസംസ്കാരം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ പള്ളിയിൽ 10-60 വർഷമായിട്ട് ശുശ്രൂഷകൻ. പള്ളിയിൽ കുഴച്ചു വെക്കാൻ വന്ന് അച്ഛനെ കാപ്പി മേടിച്ചുകൊണ്ട് പോയിട്ട് പള്ളിമുറിയിൽ കുഴഞ്ഞു വീണാണ് മരിക്കുന്നത് നാട്ടിൽ. അപ്പോൾ ആ മനുഷ്യനെ പറ്റി ബാബാരുമേനി ഉൾപ്പെടെയുള്ളവർ എന്ന് പറഞ്ഞു. ആ പള്ളിയിൽക്കാർ പറയുന്നത് കേട്ടു, വെള്ള ഷർട്ടും വെള്ള പാൻറ്റും വിട്ട് തേച്ച് മാത്രമേ പള്ളി വരൂ. അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്,
അച്ഛൻ ആ ഒക്ടോബർ മാസത്തിൽ ഈ അച്ഛനെ കാണാൻ വേണ്ടി വീട്ടിൽ പോയപ്പോൾ ഒക്ടോബർ മാസം ആയതേ ഉള്ളൂ. അദ്ദേഹം വീട്ടിന്റെ മുറ്റത്ത് ഒരേ അളവിൽ വിറക് ഇങ്ങനെ കൃത്യമായിട്ട് ഒരേ അളവിൽ ഈ ഒരു കനത്തിൽ വെട്ടി ഒരുക്കി ഒരു 100 വിറകിന്റെ കഷ്ണം ഇങ്ങനെ ഒരേ അളവിൽ, എന്നാണ് പറഞ്ഞത്, ഒരേ അളവിൽ സിമ്പട്രിക്കലായിട്ട് വെട്ടി വീട്ടിലിട്ട് ഉണക്കുന്നു പായൽ. അപ്പൊ അച്ഛൻ പുതിയ വിദ്യാലയത്തിന് അവിടെ ചെറുതായിട്ട് അച്ഛൻ ചോദിച്ചു, എന്തിനാ അച്ഛാ ഇതിപ്പോ ഇങ്ങനെ ചെയ്യുന്നത്? അത് ക്രിസ്മസിന്റെ എൽദോ ശുശ്രൂഷ വരുമല്ലോ, അതിനുവേണ്ടി അതിനകത്ത് ഇടാനാണ് പറഞ്ഞത്. നമുക്ക് ഒരു ശുശ്രൂഷ അച്ഛൻ പറയുവാണ്, ഞാൻ ആ മനുഷ്യനെ അങ്ങ് നമിച്ചു. 2 മാസം കഴിഞ്ഞ് വരുന്നൊരു കാര്യത്തിന് വേണ്ടി പുള്ളി ഒരേപോലെ പറഞ്ഞ് വെട്ടി ഒരുക്കി. അതാണ് ഈ വിശ്വസ്തത എന്ന് പറയുന്നത്. എനിക്ക് താങ്കൾ നൽകിയ സമയം അവസാനിക്കുന്നതാണ് ഈ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെയും പറയണം എന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ ആ വാക്കുകളൊക്കെയും അവസാനിപ്പിക്കുന്നു. ഇപ്പൊ നമ്മളൊരു ഈ ഭാരമേറിയ ഒരു ഉത്തരവാദിത്വത്തിലാണ് നിങ്ങൾ ആയിരിക്കും. നിങ്ങൾ ഓർക്കണം, നമ്മൾ MRI റേഡിയോ ആക്ടിവിറ്റി ഉണ്ടെന്ന് പറയും. റേഡിയോ ആക്ടിവിറ്റി അത് സെൽഫ് ഹാമിങ് ആണ്. മദ്ബഹായും റേഡിയോ ആക്ടിവിറ്റിയും അത് നമ്മുടെ ദേഹം കടുക്കാതിരിക്കാൻ ഒറ്റ ഷീൽഡേ ഉള്ളൂ. അത് നമ്മുടെ ജീവിതത്തിന്റെ ഹോളിനെസ് ആണ്, നമ്മുടെ ഒരുക്കമാണ്, നമ്മുടെ പ്രിപ്പറേഷനാണ്, നമ്മുടെ വിശുദ്ധിയാണ്. അതുകൊണ്ട് മാത്രമേ ഇത് അകന്ന് ജീവിക്കുവാൻ കൊണ്ട് നമുക്ക് കഴിയത്തുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കും. ഇതൊക്കെ ചെയ്ത് ജീവിച്ചാൽ എന്ത് കിട്ടും? ഇങ്ങനെ ഒരു ശുശ്രൂഷയുടെ ഭാവത്തിനായിരുന്നാൽ എന്ത് കിട്ടും? ലേവ്യർക്ക് അതിന് ദൈവം ഒരു ഉത്തരം കൊടുക്കും. ലേവ്യരോട് ദൈവം പറഞ്ഞു, ഇനി നിനക്ക് ബാക്കിയുള്ളവർക്കെല്ലാം ഓഹരി കൊടുത്തപ്പോൾ ലേവ്യരോട് ദൈവം പറഞ്ഞു, ലേവ്യർക്ക് ഓഹരിയില്ല, ഭൂമിയിലെങ്ങും ഓഹരിയില്ല. ലേവ്യരുടെ ഓഹരി ആരാന്ന് പറഞ്ഞു? യഹോവയാണ് എൻ്റെ ഓഹരി. അപ്പൊ നിങ്ങളുടെ ഓഹരി ആരാണ്? നിങ്ങളുടെ പ്രതിഫലം ആരാണ്? ദൈവം തന്നെയാണ് നമ്മുടെ പ്രതിഫലം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. C.S. ലൂയിസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ദ വെയിറ്റ് ഓഫ് ദ ഗ്ലോറി എന്ന് പറയുന്ന ഒരു സെർമണിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, വി ആർ കണ്ടക്ടിങ് എ സിംഫണി ബിഫോർ ആൻ ഓഡിയൻസ് ഓഫ് വൺ. നമ്മൾ ഈ ഗാനം ആലപിക്കുന്നത്, നമ്മൾ ഈ സിംഫണി നടത്തുന്നത് ഒരേ ഒരു ഓഡിയൻസിന് വേണ്ടി, an audience of one. അത് പള്ളിയിൽ പാടുന്നവരായാലും വായിക്കുന്നവരായാലും ശുശ്രൂഷിക്കുന്നവരായാലും പള്ളിയിൽ നിന്ന് 1000 പേരുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങ് തകർത്തു എന്ന് പറയാൻ ഇടയാകും. പള്ളിയിൽ പുറകിൽ എത്ര പേരുണ്ട് എന്നുള്ളതല്ല, നമ്മുടെ മുമ്പിൽ ആരാണെന്നുള്ളതാകണം നമ്മുടെ ശുശ്രൂഷയെ നയിക്കുന്നവർ. സോ വി ആർ കണ്ടക്ടിങ്, എല്ലാ ശുശ്രൂഷകളും ഓർക്കണം, വി ആർ കണ്ടക്ടിങ് എ സിംഫണി ഫോർ ആൻ ഓഡിയൻസ് ഓഫ് വൺ. ദൈവമാണ് നമുക്ക് പ്രതിഫലം നൽകുന്നത്, അവൻ മാത്രമാണ് നമ്മുടെ അവകാശം. ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു പ്രാർത്ഥന മദ്ബഹായിൽ കയറുമ്പോൾ ഉണ്ടാകും, കർത്താവേ, ഞാൻ അഗ്നിയെ പരിചരിക്കുവാൻ തക്കവണ്ണം അഗ്നിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതൊരു ജോലിയല്ല, ഇതൊരു ജ്വലനമാണ്. ഇറ്റ് ഈസ് നോട്ട് എ ജോബ്, ബട്ട് ഇറ്റ് ഈസ് എ ബേണിംഗ് പ്രോസസ്. സോ കർത്താവേ, എന്നെ ഒരു ചാരമാക്കാതെ എൻ്റെ സന്ധിയെ നല്ലൊരു മെഴുകുതിരിയാക്കി തീർക്കണം. ആ ഒരു ശുശ്രൂഷയാണ് ഓരോ ശുശ്രൂഷകളിലും നമ്മുടെ സഭയിൽ നിറവേറ്റും. അതുകൊണ്ട് ലേവ്യനെ പോലെ വി ആർ സെപ്പറേറ്റഡ് വൺസ് എന്നുള്ളൊരു കോൺഷ്യസ്നെസ് ഉള്ളിൽ സൂക്ഷിക്കണം. പാളയത്തോട് ചേർന്ന് അതിന് ചുറ്റും പാളയം അടിക്കുന്നത് പോലെ അതിനോട് ചേർന്ന് പാളയം അടിക്കുന്നത്. പാളയത്തിലെത്തി നമുക്ക് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റിയ മദ്ബഹായിലെത്തി. അതുകൊണ്ട് അതിനകത്തൊരു ലേസിനെസ് ഉണ്ടാകാൻ പാടില്ല. ആന്ധ്രൻ അതിനോട് ചേർന്നിരിക്കും. ദൈവമുമ്പാകെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ ഹ്യൂമിലിറ്റി നമുക്കുണ്ടാകും, സബ്മിഷൻ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫോക്കസ് ഓറിയന്റഡ്, നമ്മളെ വേറെ ആരെയും കാണിക്കാൻ. വി ആർ കണ്ടക്ടിങ് ദി സിംഫണി ഫോർ ദ ഓഡിയൻസ് ഓഫ് വൺ. അവനെ മാത്രം നമ്മുടെ ജീവിതം ഫോക്കസ് ചെയ്യും. മൂന്നാമത് ഞാൻ പറഞ്ഞത് എന്താ? എല്ലാം മറന്നുപോയോ? നമ്മള് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തോളിൽ വഹിക്കുന്നവരാണ്. തോളിൽ വഹിക്കുവാൻ വിശുദ്ധി ഉണ്ടാകണം. വിശുദ്ധിയുടെ കരങ്ങളാൽ അല്ലാതെ നമ്മളതിനെ തൊട്ടാൽ ഇത് നമ്മളെ നശിപ്പിക്കും. അനുഗ്രഹത്തിന് പോലെ ശാപം. ഇതിങ്ങനെ നമ്മൾ നന്നായി ശുശ്രൂഷ ചെയ്താൽ, നമ്മൾ ആദ്യം പാടിയ പാട്ടുണ്ടല്ലോ, എന്താ പറഞ്ഞത്? യജമാനൻ വരുമന്നേരത്തുള്ളവരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാണുന്നവരോ ധന്യരാണ്. പകലെല്ലാം തൻ കൂടെ പണിതോർക്ക് അവൻ അരകിട്ടും. ദൈവം തന്നെ നമ്മുടെ അരകിട്ടും. താതനിരുത്തും മേശയ്ക്ക്
പുത്രൻ നമ്മെ പരികർമ്മിക്കും, റൂക്കുദിശ കിരീടങ്ങൾ മുടഞ്ഞ് നമ്മുടെ തലയിൽ. അതാണ് ഓരോ ശുശ്രൂഷൻ്റെയും പ്രതിഫലം. ദൈവം മാത്രമാണ് നമ്മുടെ യോഗ്യത. അവൻ നമ്മുടെ എല്ലാമായി തീരട്ടെ. ഈ ഒരു ബോധ്യത്തോടെ നമ്മുടെ ശുശ്രൂഷകളെ ക്രമീകരിക്കുവാനും ഈ ചിന്തകൾ മുഖാന്തരമായി തീരട്ടെ പ്രാർത്ഥിച്ച് ഞാൻ വാക്ക് ചുരുക്കുന്നു എന്ന് വേണം. വന്ദനായ അച്ഛൻ്റെ എല്ലാ നല്ല വാക്കുകൾക്കും സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. 5:30 മണിക്ക് പയറിൻ്റെ പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. എങ്കിലും ഏറ്റവും കുറഞ്ഞ സമയം നമുക്കുണ്ട്. ആർക്കെങ്കിലും അച്ഛൻ പറഞ്ഞ കാര്യത്തോട് ചേർന്ന് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള 1-2 ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. വട്ടക്കുന്നൽ ബാബ അല്ലെങ്കിൽ മധ്യസ്ഥൻ ബാബയാണ് എനിക്ക് ദൈവത്വം വന്നത്. അദ്ദേഹം അന്ന് ഞങ്ങൾ ദൈവത്വം വന്നപ്പോഴേ ചില ശാസനകൾ, ചില ഉപദേശങ്ങൾ, ഡൊണേഷൻസ് ഇതെല്ലാം ആ എലിമെൻറ്റ്സ് എല്ലാം തന്നെ ഇന്നത്തെ അച്ഛൻ്റെ പ്രസംഗത്തിലും ആയിരുന്നു. ദൈവമായിട്ട് ഈ ബാബായുടെ ആ വാക്കുകൾ അല്ലെങ്കിൽ നടപടികളും ഓർപ്പിക്കുന്നതായിരുന്നു അച്ഛൻ. ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നമുള്ളത് സ്റ്റിൽനെസ് എന്ന ഒരു കാര്യം. സ്റ്റിൽനെസ്, ഈ സ്റ്റിൽനെസ് ഇല്ലാതാക്കുന്ന ചില എലിമെൻറ്റ്സ്, അതായത് നെയ്ബർഹുഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സം ഇൻസ്ട്രുമെൻ്റൽ ആയിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും. എന്നാൽ ഞാനൊരു സൺഡേ സ്കൂൾ അധ്യാപകനായതുകൊണ്ട് എൻ്റെ വിദ്യാർത്ഥികളും മിക്കവാറും അഡോളസൻസ് ആയതുകൊണ്ട് അവർ മധുവായി തീർന്നവരുള്ളതുകൊണ്ട് ചില ഉപദേശങ്ങൾ ഇടയ്ക്ക് എൻ്റെ കഴിവനുസരിച്ച് കൊടുക്കാറ്. അപ്പോൾ ഇവിടെ ഈ സ്റ്റിൽനെസ്സിനെ എതിരായിട്ടും ബാധിക്കുന്ന ഒരു കാര്യം ഒബ്സ്ട്രക്ഷൻ. അത് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ സൺഡേ സ്കൂളിൻ്റെ ഒരു ക്ലാസ് സ്കൂളിൽ നടക്കുന്നുണ്ട്. അന്ന് മാഡം ഹൈദരാബാദിലുള്ള ഒരു ട്രെയിനിങ് കോളേജ് പ്രൊഫസറാണ്, സൺഡേ സ്കൂൾ ടീച്ചറാണ്. ആ മാഡം പറഞ്ഞത് ഒബ്സ്ട്രക്ഷൻസ് നിങ്ങളുടെ ഇടയിലുണ്ടാകും. അപ്പോൾ ഈ സ്റ്റിൽനെസ്സും ഈ ഒബ്സ്ട്രക്ഷൻസുമായി എങ്ങനെയാണ് തോന്നുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിചാരിക്കും മദ്ബഹ ആയതുകൊണ്ട് അവിടെ സാത്താൻ കാണില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻസും ഒബ്സ്ട്രക്ഷൻസും ഈവൻ കുർബാന നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ പോലും നമ്മൾ അതിനെ കോൺഷ്യസ്ലി അതിനകത്ത് ചെയ്തില്ലെങ്കിൽ, അച്ഛന്മാരുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ചിന്ത പോലും ചിലപ്പോൾ മാറും. അപ്പോൾ അത് നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഈ തലേ ദിവസം മുതലേ ഒരു ഒരുക്കം ഇതിനു വേണ്ടി ഉള്ളത്. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ ഈ തലേ ദിവസം സന്ധ്യ മുതലുള്ള സമയത്ത് നമ്മുടെ മൈൻഡിനെയും സോളിനെയും ശരീരത്തെയും അതനുസരിച്ച് ട്രെയിൻ ചെയ്യുന്നു. അതിനാണ് ഈ 5 വർഷത്തെ ട്രെയിനിങ് നമുക്കുണ്ട്. അത് ആ ട്രെയിനിങ്ങിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഒരു പരിധി വരെ നമുക്കതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അന്നേരം നമ്മൾ ഈ വേർഡിലി ഞാൻ ഈ പറഞ്ഞതാണ്, അപ്പം മന്ദമായി കയറുന്ന എല്ലാവരും അതേ പാറ്റേണിലൂടെ കടന്നു പോകണമെന്നാണ് സന്ധ്യാ നമസ്കാരത്തിന് പറഞ്ഞ സുൽത്താനേക്ക് രാത്രി നമസ്കാരം നടത്താതെ ആരും കയറരുത് നമ്മൾ പറയുന്നത്. കാര്യം പെട്ടെന്ന് വന്നാൽ ഈ നമ്മൾ സോൾ അന്നേരം ആക്റ്റീവ് ആണെങ്കിലും മൈൻഡും ശരീരവും എവിടെ കിടക്കുമായിരിക്കും, ഈ വേർഡിലി ഒബ്സ്ട്രക്ഷൻസിൽ കിടക്കുമായിരിക്കും. അപ്പോൾ അത് ഇതിലേക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒബ്സ്ട്രക്ഷൻസ് അവിടെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിനെ മൂന്നിൻ്റെയും ഒരു സിംഫണി ആവശ്യമാണ് യഥാർത്ഥ ആരാധന. മൈൻഡ്, ബോഡി ആൻഡ് സോൾ ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ അത് നമ്മൾ പെട്ടെന്നൊന്നൊരു മധുവായിൻ്റെ കയറണം എന്നൊരു ചിന്ത നമുക്ക് തരുന്നത് ആ സോൾ റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ ശരീരം അതിനോട് നമ്മൾ ട്യൂൺ ചെയ്യുക. ഫൈൻ ട്യൂണിങ് വരുന്നില്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻസ് നമ്മൾ വീണ് പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫൈൻ ട്യൂണിങ്ങിന് ഒരു പരിശീലനം ആവശ്യമാണ്, ഒരു കണ്ടീഷനിങ് ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും അത് ഭവനങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. നമ്മൾ തന്നെത്താനെ ട്രെയിൻ ചെയ്തിട്ട് മാറുള്ളൂ. അടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് ഒരു കുമാരി ചൊല്ലാൻ വിടത്തില്ല. പിന്നെ ഞാനിപ്പോൾ ചിലപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളെ ആ ഫാൻ ഒന്ന് കറക്കാനായിരിക്കും ഇങ്ങനെ കാണിക്കുന്നത്. ഒരു ബോധമില്ലാത്ത ഒരു മനസ്സിലാകാത്ത ഒരുത്തരാണെങ്കിൽ ചിലപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിരിക്കും ഒന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അവൻ ആ ചില വേറെ ഒരു പേപ്പർ എടുത്തുകൊണ്ട് വരും. അപ്പം നമ്മുടെ ഉള്ള ശ്രദ്ധയും കൂടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ഡിസ്ട്രാക്റ്റഡ് ആയി പോയെന്ന് പറഞ്ഞാൽ എനിക്ക് കുർബാന പൂർത്തീകരിക്കാതിരിക്കാൻ പറ്റും. അപ്പം അതിനെ നമ്മൾ ഓവർകം ചെയ്യും. പിന്നെ അവനോട് അന്നേരം ദേഷ്യപ്പെടാൻ വേണ്ടി പോയാൽ അത് വീണ്ടും ഒരു ഒബ്സ്ട്രക്ഷൻ ആകും. അപ്പം നമ്മളത് പിന്നെയും മാറ്റി വെക്കും. ഞാനത് പറഞ്ഞത് അത് ഇതിനെ എല്ലാം ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ മധ്യത്തിനെ എങ്ങനെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാമെന്ന് നമ്മളെ സ്വയമായിട്ട് മനസ്സിലാക്കി
അതിവിടെ സാധ്യമാവുകയും ചെയ്യും. തീർച്ചയായിട്ടും നമുക്കങ്ങനെ മാതൃകയുണ്ടല്ലോ. നമ്മുടെ ചുറ്റും എന്ത് നടന്നാലും അത് ബാധിക്കാത്ത പിതാക്കന്മാരെ നമ്മൾ തന്നെ മാതൃകയായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു വഴി പിന്തുടരുക, നമ്മളതിനെ ആ ഒരു സാധനയെ പരിശീലിക്കുക എന്നുള്ളതാണ്. അവർക്ക് സമയമാവുന്നുണ്ട്. ഇനിയും ഒരു വാക്ക് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതാണ്. തോമസ് പരട്ടങ്ങൾ ഇന്ന് ഒന്നും പറയുന്നില്ല എന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് സോണിൻ്റെ സന്ദേശമൊന്നും തന്നെ ഇത് അറിയിക്കാനായിട്ടില്ല. ശുശ്രൂഷകരോട് പൊതുവെ അച്ഛൻ പറഞ്ഞതിനോട് ചേർന്ന് എനിക്ക്